أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനായ അധ്യക്ഷൻ CH മഹ്മൂദ് സാഹിബ് ഉൾപ്പെടെ വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷയും കഷ്ടപ്പെടുന്നവർക്ക് പ്രത്യാശയും രോഗികൾക്ക് ആശുപത്രിയും പ്രശ്നപരിഹാരങ്ങൾക്ക് സുപ്രീം കോടതിയുമായ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ന്യായാധിപൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അനുയായികളെ, നല്ലവരായ സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. സഹോദര സമുദായാംഗങ്ങൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ 1000 സ്നേഹാഭിവാദ്യങ്ങൾ. ഈശ്വരനെ തള്ളിപ്പറഞ്ഞ് കോടീശ്വരനിൽ ഈമാൻ ഉൾക്കൊണ്ട് നീങ്ങുന്ന സഖാവ് പിണറായിയുടെ ആളുകൾക്ക് എന്റെ ലാൽസലാം. ഇവിടെ എന്റെ സ്നേഹിതൻ മനാഫ് വിശദമായി കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് വലിയൊരു പാർട്ടി അല്ലെങ്കിലും ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭാവനകൾ മഹത്തരാണ്. ഈ ആകാശത്തിന് താഴെ എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായാലും എന്റെ ഇടതുപക്ഷ സ്നേഹിതന്മാർ ലീഗിനെ കശകാനും സമുദായത്തെ കയ്യിലെടുക്കുവാനുമായി പുതിയ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ മക്കളെ ആണവ കരാർ ഒന്നല്ല വിഷയം, അടുത്ത തെരഞ്ഞെടുപ്പാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാന്തരം കയറിയിട്ട് ചോദിക്കണം, കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിക്കാൻ എന്ന് പറയണം. അപ്പൊ പെരയിലുള്ളവർ ചോദിക്കും, നിങ്ങൾ മിഞ്ഞാന്ന് വരെ മൻമോഹൻ സിംഗിന്റെ ദറസിലല്ലേ ഓതിയത് എന്ന് പറയുമ്പോ ഞങ്ങൾ ഒരു കൊല്ലം മുമ്പ് വിട്ടുക്കണമെന്ന് പറയണം. അതിനൊരു സബബ് വേണ്ടേ, ഒരു കാരണം. അതാണ് യഥാർത്ഥത്തിൽ ആണവ കരാർ. കമ്മ്യൂണിസ്റ്റ് മാറ്റിട്ട് പാട്ടിന്റെ ആരൊപ്പാ നിന്നത്? ഞങ്ങൾ വന്ന് അതിനേക്കാൾ ഊക്കിൽ ഈ കരാർ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ അദ്വാനിയുടെ ഒപ്പം. നിങ്ങളെ എല്ലാ അമലും ബാത്തിലായില്ല. അതോടുകൂടി കണ്ട കാലാധികം നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ മതേതര ചേരിക്കൊപ്പാണ്. മാത്രല്ല RSSും ഞങ്ങളും കീരിയും പാമ്പും കണ്ട മാതിരിയാണ്. ഞങ്ങൾ ആ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ കണ്ടത് മരുഭൂമിയിൽ വെച്ച് ഉടപ്പറപ്പിനെ കണ്ട മാതിരിയാണല്ലോ പ്രകാശ് കാരാട്ടും അദ്വാനി ഉണ്ടായത്. യഥാർത്ഥത്തിൽ നിങ്ങളെ നിലപാടെന്തായിരുന്നു ഈ കാര്യത്തിൽ? നിങ്ങൾക്ക് അമേരിക്കനോടുള്ള വിരോധം നിങ്ങളെ പണ്ടത്തെ ഉസ്താദുൽ അസാത്തിദായ സോവിയറ്റ് റഷ്യന്റെ ശത്രു അമേരിക്ക എന്നുള്ളതാണ്. പിന്നെ യുറേനിയം വാങ്ങി ചൈന കൊഴുത്തു വീർക്കുമ്പോ ഇന്ത്യ അതിനേക്കാൾ വലുതാവുമെന്നാണ്. മേഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ വിപണിയിലുള്ളൂ. എന്താ കാര്യം? ഇപ്പൊ കറണ്ട് കട്ടിന്റെ സമയം മക്കളെ. നമ്മൾ ഈ ആണവ കരാറ് കേട്ടപ്പോ വിചാരിച്ചത് എന്താണെന്നറിയാം? ഒരു ദിവസം അഹമ്മദ് സാഹിബിന് ഇങ്ങനെ തോന്നി, ജോർജ് ബുഷിനൊന്ന് തക്കേരം കൂട്ടാണ്, എന്നിട്ട് നമ്മളെ നാടൊക്കെ നന്നാക്കാൻ. അതാണ് ഇവർ പറയുന്നത് കേട്ടാ തോന്നുക. അല്ല, ഈ രാജ്യത്ത് കടുത്ത ഊർജ പ്രതിസന്ധി ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ 2015 ആകുമ്പോഴത്തേക്ക് കരണ്ട് കിട്ടാത്ത വീടുണ്ടാവും. പീടികയിലിരുന്ന് ഇങ്ങനെ കരയും, എനിക്ക് കരണ്ടില്ല, കരണ്ട് കിട്ടാനൊരു വകുപ്പുമില്ല. അങ്ങനെ ഇപ്പൊ ഉള്ളത് കൽക്കരി നിന്നാണ് കരണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൽ നിന്നാണ്, പിന്നെ സൂര്യതാപത്തിൽ നിന്നാണ്, ആണവ നിലയത്തിൽ നിന്നാണ്. ഇന്ത്യയിലാണെങ്കിൽ വിദഗ്ധരായ സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകളുണ്ട്, ആണവ നിലയത്തിന്റെ സംവിധാനമുണ്ട്. പക്ഷെ യുറേനിയല്ല. ഏതുമാതിരി? നല്ല പൊറാട്ടക്കല്ലുണ്ട്, അടുപ്പല്ല, ചൂടുണ്ട്, പൊറാട്ടപ്പൊടി നന്നായി വീശാൻ പറ്റുന്ന പണിക്കാരുണ്ട്. മൈദല്ല. എന്ത് ചെയ്യും? അപ്പോഴാണ് എല്ലാരും പോയി അവിടുന്ന് വാങ്ങുന്നത്. ചൈന അവിടുന്ന് മൈദ വാങ്ങിയത്. പാകിസ്ഥാൻ ചോദിച്ചു, നിങ്ങളെങ്ങനെ പൊറാട്ട ഇടുന്നത്? അപ്പൊ പറഞ്ഞു, ഞങ്ങള് നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. അമേരിക്കയിൽ നിന്ന് പറഞ്ഞില്ല. കാരണം എന്താ? അപ്പൊ ചൈനന്റെ അടുത്തുനിന്ന് പാകിസ്ഥാൻ വാങ്ങുകയാണ്. അപ്പൊ പാകിസ്ഥാനെ ആരാശ്രയിക്കുന്നു? ചൈനയെ. നിങ്ങൾ കണ്ടോ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പിണറായിയോട് പത്രക്കാർ ചോദിച്ചു, മലേഷ്യ വേണ്ട ഈ വികസനത്തിന് എന്ന് പറയാൻ എന്താ കാരണം? ചൈന വേണമെന്ന്. കണ്ടോ? അപ്പൊ ചൈനയും ഈ വിദേശത്ത് പെട്ടതല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മാർക്സിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ എന്തൊക്കെ കിട്ടിയാലും അതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങളെ മുമ്പാകെ വെച്ചുകൊണ്ട് പറയുന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്താ സംഭവം? മുസ്ലിയാക്കന്മാരെയും ഈ സമുദായത്തിലെ ആളുകളെയും കണ്ടിട്ട് ഈ ആണവ കരാറും അവർ ഉപയോഗപ്പെടുത്തുകയാണ്. മഹാ കഷ്ടാണ്. എന്താ ഇതിന്റെ പൊരുള്? നേരെ പള്ളിക്കൊക്കെ വന്നിട്ട് പറയും, മൊയ്ലേരെ ഇടിയും മഴയും കാറ്റും വരുന്നുണ്ട്, ദർസ് വിട്ടാളി. മദ്രസയ്ക്ക് വരിക, എന്നിട്ട് പറയാ, ഉസ്താദെ മദ്രസ പൂട്ടിക്കാളിയും നാട്ടിൽ പോയിക്കാളിയും ഇടിയും മഴയും വരുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യാ? അദ്ദേഹം പോയി ക്യാരം ബോർഡ് കളിക്കുകയാണ്. ഇടിയും മഴ അവിടെയും വരൂലേ? ഈ ആണവ കരാർ എന്ന് പറയും. എടോ, കാറ്റും മഴയും പോകുമ്പോ ക്യാരം ബോർഡും മറിയും, ഓഫീസും പോവും, പള്ളിയും പോവും, ഒക്കെ പോവും.
നിങ്ങൾ ഒരു സമുദായത്തെ മാത്രം കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വിദ്യകളായി ഇവർ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയാ രാജ്യക്കൂറില്ലത്ര ലീഗർക്ക്. പാണക്കാട്ടെ തങ്ങൾക്ക് രാജ്യക്കൂറിൽ എന്ന് പറയാൻ വരെ മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് വന്നു. നിങ്ങൾക്കറിയോ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റിക്കൊടുത്തത് ഞങ്ങളാണോ? ആഗസ്റ്റ് 15 ആപത്ത് 15 എന്ന് പറഞ്ഞവർ ഞങ്ങളാണോ? ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തുമ്പോ പാർട്ടി ഓഫീസിൽ കരിങ്കൊടി നാട്ടിയത് ഞങ്ങളാണോ? ഗാന്ധിജിയെ ചൂണ്ടിക്കൊണ്ട് വെളുത്ത സായിപ്പ് പോയി കറുത്ത സായിപ്പ് വന്നു എന്ന് പറഞ്ഞത് ഞങ്ങളാണോ? ബ്രിട്ടീഷുകാരന്റെ തീ തുപ്പുന്ന പീരങ്കിക്ക് മുന്നിൽ വിരിമാറ് കാട്ടി വീരമൃത്യു വരിച്ച ധീര ജവാന്മാർ ഞങ്ങളെ കൂട്ടത്തിലാ. എന്നാൽ ബ്രിട്ടീഷ് പട്ടാളത്തെ പേടിച്ച് പൊന്തയിൽ പോയി ഒളിച്ച കാരണത്താൽ പാമ്പ് കടിയേറ്റ് മരിച്ചവര് നിങ്ങളെ കൂട്ടത്തിലാ മാർക്സിസ്റ്റേറെ. നിങ്ങൾ നമ്മളോടായി പറയുന്നത്? നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തോടൊപ്പം നിന്നിട്ടാണോ? ഞങ്ങളെ ഖായിദെ മില്ലത്ത് മുസ്ലിം ഇന്ത്യയുടെ വികാര വിചാരങ്ങൾ രോമകൂപത്തിൽ പോലും തേരോട്ടം നടത്തിയ സാത്വികനായ കർമ്മയോഗി ആ ഖായിദെ മില്ലത്ത് സ്വന്തം മകനെ പൊന്മകനെ പട്ടാളത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് എന്റെ മകൻ വിദേശിയുടെ വെടിയുണ്ടേറ്റ് മരിച്ചാൽ ഈ ഇസ്മായിൽ അതിൽ അഭിമാനം കൊള്ളും എന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ ഒപ്പം നിന്ന ആളാണ്. എന്നാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടക്കുമ്പോ ഏതായി മണ്ണ് എന്ന് ചോദിച്ചപ്പോ ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന മണ്ണ് എന്നാ കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത്. ആലോചിക്കണം എന്താ സംഭവം എന്നറിയോ? അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവര് എന്താ നിലപാട്? നിങ്ങൾ കണ്ട പാലക്കാട് ചുമരത്ത് അപ്പുറത്ത് വേറെ ഇപ്പുറത്ത് വേറെ. അപ്പുറത്ത് എന്താ? അപ്പുറത്ത് സോണിയെ വിളിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂന്ന തമിഴ്നാട്ടിൽ. ഇപ്പുറത്ത് നാട് രക്ഷപ്പെടാൻ കോൺഗ്രസിനെ തുരത്തുക എന്നാണ് എഴുതുന്നതൊക്കെ ഒരേ ടീമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി എവിടെ ഉണ്ടാകുക? മാർക്സിസ്റ്റ് പാർട്ടി ചിലയിടത്ത് കോൺഗ്രസിന്റെ ഒപ്പം, ചിലയിടത്ത് കോൺഗ്രസിനെതിര്, ചിലയിടത്ത് രണ്ടിന്റെയും കൂടി നടുവില്, ചിലയിടത്ത് എല്ലാവരും എതിർത്തിട്ട്, ചിലയിടത്ത് നിഷ്പക്ഷമായിട്ട്. ഒരു വ്യക്തമായ നിലപാടുണ്ടാവില്ല. നമ്മൾ ഈ വാച്ച് നേരാക്കണ കടയിൽ പോയ മാതിരിയാണ്. വാച്ച് നേരാക്കണ കടയിൽ ഒരു കൃത്യ ടൈം ഉണ്ടാവില്ല. ചിലയിൽ 11:15, ചിലയിൽ 12:45, ചിലയിൽ 3 സൂചി കൂടി 6ക്ക് തൂങ്ങിയിട്ട്, ചിലയിൽ ഒരൊറ്റ സൂചി ഉണ്ടാവില്ല. ആ പീഡിയക്കാരനോട് ചോദിക്കാൻ പറ്റുമോ എനിക്ക് എത്ര വാപ്പയെന്ന്? അത് ഓന്റെ ഒരു നിലപാടാണ്. മാർക്സിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മതേതര ചേരിക്ക് എതിരായി നിൽക്കാനുള്ള തന്ത്രങ്ങളാണ് ഇവിടെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ, ഇവര് BJP-നെ പിടിക്കുക, കോൺഗ്രസിനെ ഇറക്കുക, കോൺഗ്രസിനെ പിടിക്കുക, BJP ഇറക്കുക. ഈ പരിപാടിയല്ലാതെ ഇന്ത്യ രാജ്യത്ത് എന്താ ചെയ്തിരിക്കുന്നത് നിങ്ങൾ? നമുക്കറിയാം 2 MP-മാരുണ്ടായിരുന്ന BJP കുതിച്ചു വരുന്നൊരു രംഗം ഉണ്ടായിരുന്നു. അന്ന് നമ്പൂതിരിപ്പാടിന് വോട്ട് ഡൽഹിയില. അന്ന് അവിടുത്തെ സ്ഥാനാർത്ഥി പട്ടിക ബാലറ്റ് പേപ്പർ കയ്യിൽ കിട്ടിയപ്പോ 2 ചിഹ്നം, കൈപ്പത്തി താമര, താമര കൈപ്പത്തി, 2 ചിഹ്നം. എന്താ EMS-ന്റെ മുറാദ്? ഏത് ചെകുത്താനുമായും കൂട്ടുകൂടിയിട്ട് കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിക്കണം. വോട്ട് കഴിഞ്ഞു, അദ്വാനി ജയിച്ചു. നമ്പൂതിരിപ്പാടിന് വോട്ടുള്ള മണ്ഡലത്തിൽ ഡൽഹിയിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുമ്പോ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു? ഞാൻ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ. അപ്പൊ നിങ്ങൾ BJP-ക്ക്? ഞാൻ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ. അങ്ങനെ 216 നിയോജക മണ്ഡലത്തിൽ 2 സ്ഥാനാർത്ഥി, കൈപ്പത്തി താമര. അരിവാളിന് സ്ഥാനാർത്ഥി ഇല്ല, അരിവാളുകാർക്ക് വോട്ടുമുണ്ട്. പത്രക്കാര് വിട്ടില്ല. പത്രക്കാർ ചോദിച്ചു, ഇങ്ങനെ നിങ്ങള് 2 സ്ഥാനാർത്ഥിയുള്ള മണ്ഡലങ്ങളിൽ നിങ്ങളെ നിലപാടെന്താണ്? നിങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ല, നിങ്ങൾക്ക് വോട്ടുണ്ട്, നിങ്ങളെ വോട്ട് എന്ത് ചെയ്യും? അതിന് നമ്പൂതിരിപ്പാട് പറഞ്ഞ മറുപടി ബഹുരസാണ്. ഇന്ന് വരെ എനിക്കത് മനസ്സിലായിട്ടില്ല. എന്താ നമ്പൂതിരിപ്പാട് അതിന് പറഞ്ഞ മറുപടി? നമ്പൂതിരിപ്പാട് അതിന് പറഞ്ഞ മറുപടി, ഈ അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസും BJP-യും പ്രധാന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ മുഖ്യശത്രുവായ BJP-യെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിനെ സഹായിക്കാത്ത രൂപത്തിൽ ഒരു തീരുമാനമെടുക്കും. എങ്ങനെ? അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ മുഖ്യശത്രുവായ BJP-യെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിനെ സഹായിക്കാത്ത രൂപത്തിലൊരു തീരുമാനം. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, മുമ്പ് മയ്യത്ത് നിസ്കാരം നടന്നിരുന്ന സദസ്സിൽ ഉസ്താദ് പറഞ്ഞവത്രേ, ഇന്നാലിന്നാള് മരണപ്പെട്ടിരിക്കുകയാണ്, ആയതുകൊണ്ട് ഹയാത്ത് കാലത്ത് ആർക്കെങ്കിലും വല്ല ഹക്കടപാടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണം. ഇത് കേട്ട് പിന്നിലെ സഫിൽ നിന്ന് ഒരു സാധു ജനങ്ങളെ മുഴുവൻ തിക്കി തിരക്കി വന്നിട്ട് മൈക്കിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, സഹോദരന്മാരെ,
ഈ മരിച്ചു കിടക്കുന്ന ചെങ്ങായിക്ക് ഞാൻ ഒരു 10,000 ഉറുപ്പ്യ കൊടുക്കാണ്ട് അത് ഞാൻ പൊരുത്തപ്പെട്ടുകിടുന്നുണ്ട്. ആര്? കൊടുക്കാനുള്ള ആള്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങള്. ചെങ്ങായിന്റെ വ്യാഴം അക്കടപാട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കാനുള്ളതും കൊടുക്കുക. ഒരു സംഗതി പറയുമ്പോൾ ആർക്കാ അനുകൂലം പ്രതികൂലം എന്നറിയണ്ടേ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടിന്റെ വമ്പറിയണമെങ്കിൽ മക്കളെ ഒരീസത്തെ ദേശാഭിമാനി വായിച്ചാൽ പോരാ, ഒരു മാസത്തെ ദേശാഭിമാനി. ഒരു ചാക്ക് മൈദ വാങ്ങിയിട്ട് വലിയൊരു മതിലും ഒട്ടിക്കുക. ആ തല തൊട്ട് ഈ തല വരെ നടന്നു നോക്കൂ. ഇന്നലെ പറഞ്ഞത് ഇന്ന് പറഞ്ഞിട്ടുണ്ടാവൂല, ഇന്ന് പറഞ്ഞത് നാളെ പറയൂല, നാളെ പറഞ്ഞത് മറ്റന്നാൾ പറയൂല. എന്നിട്ട് പറയും ഞങ്ങൾ 980 ചെയ്തത് തെറ്റായിരുന്നു, ഞങ്ങൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സ്വീകരിച്ചത് തെറ്റായിരുന്നു, സൈലന്റ് വാലിയെ കുറിച്ച് ഞങ്ങളെ നിലപാട് തെറ്റായിരുന്നു. അപ്പൊ ആൾക്കാർ പറയുന്നത് മാർക്സിസ്റ്റേര് ഇങ്ങളെ മാതിരിയല്ല, മാർക്സിസ്റ്റേര് ഇടക്കൊക്കെ തിരുത്തുന്നുണ്ടല്ലോ. അതെ, ഇടക്കിടക്ക് തിരുത്താനായിട്ട് എന്തെങ്കിലും വേണമെന്ന് കരുതി തെറ്റ് ചെയ്യാനായി ഈ ഭൂമിലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടൊരു കൂട്ടരാണ് അവർ. അറിയാം നിങ്ങള്, ഈ അവിശ്വാസ പ്രമേയ ചർച്ചയോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാം അവതാളത്തിലായി. ഇരുമ്പ് മറയുള്ള പാർട്ടി എന്നാ പറഞ്ഞിരുന്നത്, ഇരുതല മൂർച്ചുള്ള വാള് എന്നാ പറഞ്ഞത് സോമനാഥ് ചാറ്റർജി. കണ്ടോ എന്താ പറയുക? ഈ അഹമ്മദ് കയറിയത് നിങ്ങൾക്ക് വലിയ സന്തോഷമില്ലല്ലോ. ഈ അഹമ്മദ് കയറിയപ്പോൾ എന്താ പറഞ്ഞത്? ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ചങ്കിനേറ്റ കുത്താന്നാ പറഞ്ഞത്. ഇന്ത്യൻ എക്സ്പ്രസ് അടക്കം എഴുതി ഈ അവിശ്വാസ പ്രമേയം കഴിഞ്ഞപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പതിവിലും നേരത്തെ ഉറങ്ങിയെന്ന നമ്മുടെ നേതാക്കളൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ ഈ മൂട്ടകടി കൊണ്ട് 4 കൊല്ലം കഴിഞ്ഞു മൻമോഹൻ സിംഗ്. ഞങ്ങളൊരു സുഖം എന്താണെന്നറിയാം, മാർക്സിസ്റ്റ് പീഡിയയിൽ കണ്ട് വന്ന അപ്പ പറഞ്ഞിരുന്നു, നിങ്ങൾ അഹമ്മദ് പവർ എടുക്കണേ ഞങ്ങളെ കൊണ്ടല്ലേ, നല്ല കാത്തിലൂടെ 1 കൊല്ലം ഞങ്ങൾ ഇനി പവർ എടുക്കാൻ പോകല്ലേ, നിങ്ങളെ പിന്തുണയില്ലാതെ. മാർക്സിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് ചെയ്തത് മുഴുവൻ അവതാളത്തിലായില്ലേ? നിങ്ങൾ ഈ 3 സ്റ്റേറ്റിലും ഒന്നാകെ ജയിച്ചു നോട്ടുക, ഇന്ത്യ ഭരിക്കാൻ പറ്റുമോ? എന്തെങ്ങൾ ചെയ്യുന്ന പണി? എന്റെ നാട്ടിക മൂസ മുസ്ലിയാരെ ഇടക്ക് പറയാറുണ്ട്, മാർക്സിസ്റ്റേരാ ഏത് കളിയും കളിച്ചോ, ഗ്രൗണ്ട് കുത്തിപ്പൊളിച്ചരുത്. അതല്ലേ ജി നടത്തുന്നത്? യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് സ്വീകരിക്കുവാനുള്ള വിദ്യ എന്താണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യമാക്കി കൊടുക്കേണ്ടുന്ന ഒരു ഡ്യൂട്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് പറയണം എന്താണ് നിങ്ങളുടെ നിലപാട് ഈ കാര്യത്തിൽ എന്ന്. യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇരുട്ടിൽ തപ്പുകയാണ്. പാർട്ടിക്കുള്ളിൽ നിരന്തരം പ്രശ്നം. മുസ്ലിം സമുദായത്തിലും സാമുദായികതക്കിടയിലും ജാതികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരു കുറിപ്പായി എഴുതിക്കൊണ്ടുവരിക എന്നാ ഇവരാവശ്യപ്പെടുന്നത്. നിങ്ങൾ അച്യുതാനന്ദനും പിണറായിയും അല്ലേ എത്ര കാലായി ഒന്ന് വർത്താനം പറഞ്ഞിട്ട്? പോട്ടെ, ഒന്ന് നോക്കിക്കൂടെ മോത്തക്ക് അല്ലേ? നോക്കൂല. എന്താ കാരണം എന്താ അറിയോ? നോക്കുകൂലി കൊടുക്കേണ്ടി ഇരിച്ചിട്ടാവും, പറയാൻ പറ്റൂല. മാർക്സിസ്റ്റ് പാർട്ടി എവിടെ എത്തിയെന്നറിയാം. സ്വന്തം പാർട്ടി അണികള് അല്ലേ 500ന്റെ കുപ്പിയില് നേരത്തെ മനാഫ് പറഞ്ഞ പോലെ പാർട്ടിയുടെ അമീറിന്റെ നേരെ കുപ്പി ഇങ്ങനെ വരികയാണ്. ആ പഴയ അച്യുതാനന്ദനാണെങ്കിൽ ജി കുപ്പിയാണെങ്കിൽ ഞാൻ കുപ്പിച്ചില്ലാടോ എന്ന് പറയേണ്ട അയാള് എവിടെ പോയി ആ ഉശിരൊക്കെ? സുകുമാർ അഴീക്കോട് ഇയാൾ അധികാരത്തിൽ വന്നപ്പോ പറഞ്ഞത് മണ്ണിന്റെ മണമുള്ള മുഖ്യമന്ത്രി എന്നാ. പെരിച്ചായിനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര സങ്കടം ഉണ്ടായിരുന്നില്ല. ഓ, മണ്ണിന്റെ മണമുള്ള മുഖ്യമന്ത്രി. അനങ്ങണില്ലേ മക്കള്? ആ ആട്ടവും അനക്കവും എല്ലാം നിന്നു. ഒരൊറ്റ ഇരിപ്പ. മുമ്പ് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുമ്പോൾ ഗോൾ കീപ്പർ ഒരു അനൗൺസ് കേട്ടത്രേ, ഏറ്റവും നല്ല അച്ചടക്കമുള്ള ഗോൾ കീപ്പർക്ക് ഒരു ട്രോഫി നൽകുന്നതാണ്. ഇത് കേട്ട് ഈ സാധു ഗോൾ കീപ്പർ 14 ഗോളാവോളം അച്ചടക്കത്തിൽ നിന്നു എന്നാണ് അറിയുന്നത്. ആലോചിച്ച് നോക്കൂ, മാർക്സിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ എല്ലാ നിലക്കും അകത്തളത്തിൽ പ്രശ്നങ്ങളാണ് അല്ലേ? പിണറായി ആ മഴ ചാറലിന് പാർട്ടി സമ്മേളനത്തിൽ മുണ്ടിട്ടിട്ട് കള്ളുടിച്ചാ പള്ളേ കിടക്കണം. വല്ല മഹലിന്റെ സെക്രട്ടറി നബിദിനത്തിന്റെ മജ്ലിസിൽ കുഴപ്പമുണ്ടായിട്ട് വന്നതാന്ന് തോന്നിപ്പോ. ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഒരു പാർട്ടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആദ്യം മുഴുവൻ മറച്ചു വെക്കാൻ വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങളെ കയ്യിലെടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ഒരു അധ്യാപകന്റെ കൊലപാതകം വരെ ഉപയോഗപ്പെടുത്തിയില്ലേ? അക്ഷരവിരോധികൾ എന്നാ പറഞ്ഞത് അല്ലേ? ഗുരുനിന്ദ നടത്തിയവർ, നരഹത്യക്ക് മാപ്പില്ല എന്ന് പറഞ്ഞവർ. നേരത്തെ പറഞ്ഞല്ലോ, പുസ്തകത്താളുകളിൽ മയിൽപീലി വെച്ച് കിനാബ് കാണുന്ന കൊച്ചുകുട്ടി, കുരുതിക്കളം എന്തെന്നറിയാത്ത കുരുന്നു മക്കളെ മുമ്പിലിട്ടിട്ടാ ജയകൃഷ്ണൻ മാഷ കൊന്നത്. എന്നിട്ട് ആ വാളേറ്റ് പ്രകടനം നടത്തി തലശ്ശേരി ജഡ്ജി വിധി പറഞ്ഞപ്പോ
ആ ജഡ്ജിയോടായി പറഞ്ഞു, ജയകൃഷ്ണനെ വെട്ടിയ വാൾ ഞങ്ങൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. ആ ജഡ്ജി പോലീസ് കാവലിലാണ് അന്തി ഉറങ്ങിയിരുന്നത്. ആരെ പേടിച്ചിട്ടാ? എന്റെ പാണക്കാട്ട തങ്ങളെ പടയെ പേടിച്ചിട്ടല്ല, എന്റെ കുഞ്ഞാലിക്കുട്ടിയുടെ പുലിക്കുട്ടികളെ പേടിച്ചിട്ടല്ല, കോൺഗ്രസിന്റെ സേവാദള വളണ്ടിയർമാരെ ഭയന്നിട്ടുമല്ല, മാർക്സിസ്റ്റുകാരെ നിങ്ങളെ ചെമ്പടയെ പേടിച്ചിട്ടാണ്. എന്നിട്ട് സുപ്രീം കോടതി എന്ത് പറഞ്ഞു? ഇവർ പ്രതികളല്ലെന്ന് പറഞ്ഞു. ആ സ്കൂളിന്റെ മുറ്റത്ത് ഒരു സ്വീകരണം കൊടുത്തില്ലേ അവർക്ക്? എന്നിട്ട് പറയാ, ഞങ്ങളെ ആളെ കൊല്ലണവരാരായി പറയുന്നത്? ഞങ്ങളെ തള്ളവിരലിൽ വണ്ണം കൂടി എന്ന് പറയുന്നത് ആരാ? രണ്ടു കാലിലും പെരുങ്കാലുള്ളോ? മാർക്സിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തെ ജനങ്ങളെ കയ്യിലെടുക്കാൻ കൈരളി ചാനലിൽ ഒരു ദിവസം മുഴുവനും ഇത് തന്നെയാണ്. അങ്ങനെ മരണം മുമ്പും കണ്ടില്ല ഞങ്ങള്? മഞ്ചേരിയില് ടി.കെ. ഹംസയൊക്കെ ജയിച്ചപ്പോ നമ്മളെ പ്രവർത്തകര് പറഞ്ഞു, നമ്മൾ തോറ്റതല്ല, ജാഥ വേണ്ട. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇ അഹമ്മദ് ജയിച്ചിട്ടും ജാഥ നടത്തിയില്ല, കാരണം മഞ്ചേരിയിൽ ഒരു ദുഃഖം ഉണ്ടായതുകൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇ അഹമ്മദ് സാഹിബ് മന്ത്രിയായി എന്ന വിവരറിയുന്നത്. ഈ സമയത്ത് ടി.കെ. ഹംസയൊക്കെ MP ആയി ജയിച്ച ജാഥ അവിടുന്ന്, നമ്മളെ ഇ അഹമ്മദ് സാഹിബ് മന്ത്രിയായ ജാഥ ഇവിടുന്നും പോയി. പാലപ്പറ്റ പള്ളിയുടെ മുമ്പിൽ എത്തിയപ്പോൾ രണ്ടു കൂട്ടരും കൂടി തർക്കം. പാലപ്പറ്റ പള്ളിയിൽ ഇത് കണ്ടു നിൽക്കുന്നൊരു വയസ്സായ സാധു കുഴഞ്ഞു വീണാൻ മരിച്ചു. അപ്പൊ അച്യുതാനന്ദൻ പറയുന്നത് കേട്ടില്ലേ നിങ്ങള്? ഇ അഹമ്മദിന്റെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. അപ്പൊ അഹമ്മദ് ഡൽഹിയിലാണ്. ആലോചിക്കണം എന്താ ഇതിന്റെ സ്ഥിതി. ഇത് ഇവരുടെ ഒരു സുഖക്കടാണ്. എന്നിട്ട് പറയാൻ, ഞങ്ങളാണ് ഈ രാജ്യത്ത് മനുഷ്യന്മാരെ സ്നേഹിക്കണവര്. ആരാ? സാക്ഷികളെ വരെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് ടീമില്ലേ? ഞങ്ങളെ പ്രവർത്തകൻ ഷാദുലി മരണപ്പെട്ടപ്പോ ഒരുപാട് ആളുകൾ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ ആ കൊലപാതകം കാണുകയാണ്. പക്ഷെ സാക്ഷി പറഞ്ഞ വകവരുത്തും നിങ്ങളെ ഭീഷണി ഭയന്ന് ആരും സാക്ഷി പറയാൻ തയ്യാറായില്ല. തലശ്ശേരി ജഡ്ജി ആ കേസിന്റെ വിധി പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ കേസിൽ കണ്ടവരാരും സാക്ഷി പറയാൻ തയ്യാറില്ല എന്ന ഒറ്റ കാരണത്താൽ ഞാൻ ഈ കേസിലെ പ്രതികളെ വെറുതെ വിടുന്നു. ദൈവത്തിന്റെ കോടതി ഇവർക്ക് അർഹമായ ശിക്ഷ നൽകട്ടെ. ആ വിധിയിൽ പറയാം, ദൈവത്തിന്റെ കോടതി ഇവർക്ക് അർഹമായ ശിക്ഷ നൽകട്ടെ. മാർക്സിസ്റ്റ് പാർട്ടി രക്തം കൊണ്ട് കളിക്കണ പാർട്ടിയാ. ഓരോ മുദ്രാവാക്യം തന്നെ അങ്ങനെയല്ലോ. രക്തപതാക സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്. രക്തത്തിൽ കുറഞ്ഞൊരു കച്ചവടമില്ല. ഓരോ തുള്ളി ചോരയിലും 1000 പേരുയരുന്നു. അപ്പൊ ഓരോ തുള്ളിങ്ങനെ എത്തിക്കാണ്ടിരിക്കണം. അപ്പോഴേ 1000 പേര് ഇങ്ങനെ പൊന്തിക്കാണ്ടിരിക്കുള്ളൂ. പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോ കണ്ണൂരിൽ ഒരു പ്രത്യേക ചടങ്ങുണ്ടായി. പാർട്ടിക്ക് വേണ്ടി 3 കൊല്ലത്തിനിടയിൽ മരിച്ച 141 സഖാക്കളെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞിട്ടാ യോഗം തുടങ്ങിയത്. 141 ആള്. അടക്കന്റെ കണക്കല്ല ഞാൻ പറഞ്ഞ, ആൾക്കാരെ കണക്കാണ്. 141 സഖാക്കൾ 3 കൊല്ലത്തിനിടയിൽ മരിച്ചു അത്രേ. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ചടങ്ങ്, എന്നിട്ട് അവർക്ക് വേണ്ടി ഒരു പ്രത്യേകമായ ഒരു അനുശോചനം. ഇലാ ഹളറത്തി സഖാവ് ശങ്കരനാരായണൻ, സുമ്മ ഇലാ ഹളറത്തി സഖാവ് ഗണേശൻ എന്നൊക്കെ സാധുക്കള്. നോക്കൂ, രാഷ്ട്രീയ മനുഷ്യക്കുരുതിക്കുള്ള ബലിത്തറയായി മാറിയ കണ്ണൂരിൽ സമാധാന കമ്മിറ്റി യോഗങ്ങൾ, വഴിപാടുകളും കൊലപാതകം നാട്ടു നടപ്പുക. ആ അങ്ങളാണ് ഞങ്ങളോട് പറയുന്നത്, എന്ത് ലീഗുകാര് ആളുകളെ കൊല്ലുന്നവരാണ്, അധ്യാപകനെ ചവിട്ടിക്കൊന്നവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബൈക്കിന്റെ ബില്ലിരുന്നിട്ടല്ലേ ബൈജു എന്ന് പറയുന്ന KST അധ്യാപകന്റെ കൂടെ ഈ മാഷ് കീഴ്ശ്ശേരി ആശുപത്രിക്ക് പോകുന്നത്. അനുജനുമായി സംസാരിക്കുന്നു, ഭാര്യയുമായി സംസാരിക്കുന്നു, അത് കഴിഞ്ഞ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു. രാമനാട്ടുകരക്കും പുളിക്കലിനും ഇടയിൽ വെച്ച് അദ്ദേഹം മരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ആ മാഷ് ഈ പുസ്തകത്തിന്റെ സമരത്തിന്റെ കാര്യത്തിൽ നമ്മളെ കൂടെ. എന്നിട്ട് നമ്മളെ കൂട്ടത്തിലെ ചില സാധുക്കൾ ചെയ്ത പണിയുണ്ടങ്ങള്. വേവുന്ന പുരക്ക് ഊരുന്ന കഴുക്കോലി ലാഭം കണക്കേ അഗസ്റ്റി മാസ്റ്റർ മരിച്ച കഥ ഇങ്ങനെ ഡെഡ് ബോഡി വെച്ച് കൈരളി ചാനൽ ആഘോഷിക്കുമ്പോ മഅദനി ഉസ്താദ് വന്നുകൊണ്ടൊരു വേറൊരു പ്രസ്താവന, പാണക്കാട്ട തങ്ങൾ സമാധാനം പറയണം. പൊന്നു മഅദനി, ഇന്റെ പൊന്നു ശിഹാബ് തങ്ങൾ സമാധാനേ പറഞ്ഞിട്ടുള്ളൂ. പോക്കിരിത്തരം പറഞ്ഞത് താങ്കളാണ് പോക്കിരിത്തരം പറഞ്ഞത്. പാണക്കാട്ട തങ്ങൾ ഈ സമുദായത്തെ ആത്മസംയമനത്തിന്റെ താരാട്ട് പാട്ടുപാടിയിട്ട് തൊട്ടിലിട്ട് ആട്ടുകയാണ് എന്നാ താങ്കൾ പറഞ്ഞത്. ആ ശിഹാബ് തങ്ങള് ഒരു കുഴപ്പത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണോ? അങ്ങാടിപ്പുറം ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ കത്തിയപ്പോ നിന്റെ ശിഹാബ് തങ്ങൾ അവിടെ വന്നൊരു രംഗമുണ്ട്. അതിനെ വർണ്ണിച്ചുകൊണ്ട് കേരളത്തിന്റെ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ പറഞ്ഞൊരു വർത്താനുണ്ട്, മറക്കാൻ പറ്റൂല മഅദനി, കേട്ടോ. MT പറയാൻ, പാണക്കാട്ട് തങ്ങളെപ്പോലത്തെ ഒരു മഹാൻ കേരളത്തിൽ ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ
കേരളത്തിന്റെ ഗതി എന്താകുമായിരുന്നു എന്ന് ഞാൻ ഇടക്കിടക്കൊക്കെ ഓർത്തുപോകാറുണ്ടായിരുന്നു. എന്ത്, പാണക്കാട്ടെ തങ്ങളെ പോലത്തെ ഒരു മഹാൻ കേരളത്തിൽ ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ ഗതി എന്താകുമായിരുന്നു എന്ന് ഞാൻ ഇടക്കിടക്കൊക്കെ ഓർത്തുപോകാറുണ്ട്. ഓ, ആ MT വാസുദേവൻ നായരെ തലച്ചോറ് ഈ ചെങ്ങായിക്കില്ലാതെ പോയല്ലോ, പോട്ടെ. ആ MTയുടെ തലയെങ്കിലും ഇയാൾക്കില്ലാതെ പോയല്ലോ, പോട്ടെ. ആ MTയുടെ തലയിൽ മുളച്ചൊരു രോമമെങ്കിലും മഴതനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ സമുദായം എത്ര ധന്യമായിരുന്നു. പിന്നെ മൂപ്പര് അടുത്ത പ്രസ്താവന എന്താ? പുസ്തകത്തിലെ മതനിന്ദയേക്കാൾ മാരകം കൊലപാതകം. പുസ്തകത്തിലെ മതനിന്ദയേക്കാൾ മാരകം കൊലപാതകം. ഫ്ലാഷ് ന്യൂസ് ഇങ്ങനെ കാണുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ദല്ലാൾ പണിയെടുക്കുകയാണ് ഇവരൊക്കെ. ഞാൻ ചോദിക്കുന്നു, പുസ്തകത്തിലെ മതനിന്ദയേക്കാൾ മാരകം കൊലപാതകം അല്ല മഴതനി? കൊലപാതകത്തെക്കാളും ഭയങ്കരം വേറൊന്നുണ്ട്. കൊലപാതകത്തെക്കാളും ഭയങ്കരം അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽന. കൊലപാതകത്തിനേക്കാളും ഭയങ്കരം ഫിത്നയാണ് മഴതനി. ഫിത്ന നിങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ്. ഞങ്ങളെ കുട്ടികൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പുസ്തകം കത്തിക്കാനാണ് പോയതല്ല. ഈ നാട്ടിലെ പീടിക കുത്തി തുറക്കുന്ന, എല്ലാ വീട്ടിലും കോഴിനെ കക്കുന്ന, ആഭരണം കക്കുന്ന ഒരുത്തൻ, ആ ഒരുത്തനെതിരെ ഈ മഹലിൽ ഒന്നായിട്ടൊരു ധർണ നടത്തുക അങ്ങാടിയിൽ. അപ്പോ അങ്ങനെ വരിക, തൈലം തേച്ചിട്ട് അതിന്റെ നടുവ് കൂടി എന്താ ഉണ്ടാകുക? മീസ വെച്ച ആൺകുട്ടികൾ അതാണ് തെളിയിക്കും അല്ലേ? എന്താണ്ടായി? അങ്ങോട്ടൊരു വണ്ടി വരാത്ത സ്ഥലത്തേക്ക് ഈ സാമൂഹ്യപാഠ ബുക്കേറ്റ് എന്താ വരാൻ കാരണം? ആ ലോറിയിൽ കൊണ്ടുവരുമ്പോ ഇങ്ങനെ കിലോ 10 എന്ന് പറഞ്ഞ് വന്നതാ. അതിനിടയ്ക്ക് ഈ പുസ്തകമായിട്ട് വരുമ്പോ ഒരു പ്രകോപനം സൃഷ്ടിക്കാനല്ലേ? ഞങ്ങളെ കുട്ടികൾക്കൊരു സ്വഭാവം ഉണ്ട്, നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾ ഇത്ര മോശക്കാരാണോ? രാഘവനോടുള്ള ദേഷ്യം തീർക്കാൻ പാപ്പിനിശ്ശേരിയിലെ വിഷചികിത്സാ കേന്ദ്രത്തിന് തീ കൊടുത്ത് മൂർഖൻ പാമ്പിനെയും അതേപോലെ വിവിധ പാമ്പുകളെയും കൊന്നവരാ നിങ്ങൾ. നിങ്ങളാ പറയുന്നത് എന്ത്? ഹായ്, അങ്ങനെ കരിക്കാൻ പാടില്ല. എന്താ അതിന്റെ കാരണം? ഇവരാണ് സാധാരണ കരിച്ചലേ, എല്ലതും ഇവരാ കരിക്കല്. ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു ചങ്ങായി എന്നും വാപ്പാനെ തല്ലും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം വെള്ളിയാഴ്ച ഓൻ അറിഞ്ഞത് മഹലിന്റെ ജനറൽ ബോഡിയിൽ വാപ്പാൻ ആരോ അടിച്ചു. ആദ്യം തന്നെ ഓനക്കാ ദേഷ്യം പിടിച്ചത്. ഓൻ വന്നിട്ടൊരു വെല്ലുവിളിയാണ്, ആരാണ് എന്റെ വാപ്പാനെ തല്ലുന്നത്? ഓണ്ടാവുമ്പോ പിന്നെ ആരാ തല്ലല്ലെന്ന്? ഓനാ സാധാരണ തല്ലല്ലേ. മാർക്സിസ്റ്റ് പാർട്ടി ആരാടാ പുസ്തകം ചുട്ടുകരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മഴതനി, താങ്കൾക്ക് പാണക്കാട്ടെ തങ്ങളെ കശകാരം കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു ഇത്. പക്ഷേ താങ്കൾക്ക് വികാരം കൊള്ളാൻ കിട്ടിയ നല്ലൊരു സമയം ഉണ്ടായിരുന്നു. ഏതാ സമയം എന്നറിയോ? CPM-ന്റെ ഒരു MLA ഈ പുസ്തകം കത്തിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞു, പുസ്തകം കത്തിക്കല്ലോ. പണ്ട് ഖലീഫ ഉമർ അലക്സാൻഡ്രിയ ലൈബ്രറി കത്തിച്ചിക്കണല്ലോ. ആ അലക്സാൻഡ്രിയ ലൈബ്രറി കത്തിക്കാൻ ഖലീഫ ഉമറിന് പ്രചോദനമായത് ഖുർആനാണല്ലോ. ഓ മഴതനി, താങ്കളെ പഴയ കേസറ്റ് ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂല. ഉമർ എന്ന് കേൾക്കുമ്പോ രോമം എടുത്തു പിടിക്കുന്ന രംഗണ്ട് അങ്ങയുടെ പഴയ കേസറ്റിൽ അല്ലേ? അലി ഇബ്നു അബീ ത്വാലിബിന്റെ പുലിക്കുട്ടികളെ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സിംഹക്കുട്ടികളെ കേസറ്റ് മറക്കാൻ പറ്റുമോ? ആ ഖലീഫ ഉമറിന്റെ പേരിൽ ഈ സമുദായത്തെ വികാരം കൊള്ളിച്ചിട്ട് അല്ലേ ഒരു യുദ്ധത്തടവുകാരെ പിടിച്ച കഥ മഴതിനൊരു കേസറ്റിൽ പറയുന്നുണ്ട്. എന്താ? ഒരുത്തരെ മറ്റവൻ വെട്ടുക. അങ്ങനെ ഓരോരുത്തരെ വെട്ടിക്കഴിഞ്ഞാൽ അവസാനം ഒരാള് ബാക്കിയാകും. അവരാര് വെട്ടും? മഴതിനി ഉഷാറിൽ പ്രസംഗിക്കുകയാണ്. ഉമർ പറഞ്ഞു, പത്രേ ഞാൻ അയാളെ വെട്ടും. അതാണ് മക്കളെ ഉമറിന്റെ മദ്ഹബ്. അത് തന്നെയാണ് മക്കളെ ISSന്റെയും മദ്ഹബ് എന്ന് പറഞ്ഞാളാ മൂപ്പര്. ആ ഖലീഫ ഉമറിനെ മോശാക്കിയിട്ട് കേരളത്തിന്റെ നിയമസഭയിൽ ഒരു MLA പറഞ്ഞപ്പോ ഈ സാധുവിന് മിണ്ടാട്ടുണ്ടായില്ല. ഞാൻ പറയുന്നു, താടിയും തൊപ്പിയും വെച്ച രാഷ്ട്രീയക്കാരനായ മഴതനി രാഷ്ട്രപിതാവ് ഗാന്ധിജിയെ കണ്ട് പഠിക്കണം അല്ലേ? വട്ടമേശ സമ്മേളനം നടക്കുമ്പോ ആരുടെ ഭരണമാണ് ഇന്ത്യക്ക് അഭികാമ്യം എന്ന് ചോദിച്ചപ്പോ ഖലീഫ ഉമർ എങ്ങനെ നാട് ഭരിച്ചുവോ ആ ഭരണമാണ് ഇന്ത്യക്ക് അഭികാമ്യം എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ ഇഖ്ലാസ് പോലും താങ്കൾ ഈ കാര്യത്തിൽ കാണിക്കാതെ പോയത് വല്ലാത്ത കഷ്ടായിപ്പോയി. ഞാൻ ചോദിക്കുന്നു, നിങ്ങള് ആ വിവാദം നിയമസഭയിൽ കൊടുമ്പിരി കൊള്ളുമ്പോ നിങ്ങൾക്കൊരു MLA ഉണ്ട്, അവിടെ PDPക്ക് ഒരു MLA ഉണ്ടാ? നമ്മളെ PMA സലാമും PTA റഹീമും KT ജലീലുണ്ടല്ലോ ആ സദസ്സിൽ. ഞാൻ പറയുന്നു, ആദർശം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ചങ്ങായിമാരെ. എന്താ പയ്യനകാരും PDPയും PTA റഹീമും ഒക്കെ പറയുന്നത്?
ഞങ്ങളെ ആദർശം പണയം വെക്കൂലെന്ന്. ഉരുക്കി തൂക്കി വിറ്റിട്ടുള്ളൂ. ഇനി എവിടുക്ക പണയം വെക്കാൻ? പരമാവധി ആയല്ലോ. സമുദായത്തെ കാക്കാൻ കുഞ്ഞാലിക്കുട്ടി പോരാന്നാ പറഞ്ഞിരുന്നത്. ഖലീഫ ഉമറിനെ തെറി പറഞ്ഞപ്പോ മഅദനി ഉമറിന്റെ പേരിൽ ഊറ്റം കൊണ്ട താങ്കളുടെ പാർട്ടിക്കൊരു MLA അവിടെ ഇല്ലാന്ന് പോട്ടെ, താങ്കൾ പ്രസംഗിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ താങ്കളുടെ പ്രവർത്തകന്മാർ രാവും പകലും ഊണും മുടക്കവുമില്ലാതെ രക്ഷപ്പെടുത്തി കൊടുത്ത് ലീഗിനെ തോൽപ്പിച്ച് പറഞ്ഞയച്ച കുറെ ജനപ്രതിനിധികളുണ്ട്. അവരോടൊന്ന് ചോദിക്കണ്ടേ നിങ്ങള്? എന്നാൽ ആ വിവാദത്തിലും നമ്മളെ 2 MLA-മാരാ ചാടി വീണത്. അഡ്വക്കേറ്റ് ഉമറും അബ്ദുറഹിമാൻ രണ്ടത്താണിയും. കുഞ്ഞാലിക്കുട്ടി കുറ്റിപ്പുറത്ത് തോറ്റപ്പോ നിങ്ങൾ ഈ സമുദായത്തോട് ചോദിച്ചല്ലോ, ആരാ നിങ്ങൾക്ക് ഒരത്താണിയും? ഞങ്ങൾക്ക് 2 അത്താണിയുണ്ട് അവിടെ, ഒരത്താണിയല്ല മാറ്റിത്തരാ. അറിയോ? സമുദായത്തിന്റെ കാര്യം പറയാൻ ഞങ്ങളെ നേതാക്കൾ അവിടെ എന്നും മുൻപന്തിയിൽ നിന്ന് ചരിത്രമുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ പറഞ്ഞപ്പോ സമുദായക്കാർക്ക് ഇളക്കല്ല. അപ്പൊ അത് വരണ മറ്റേ ചരക്ക് ആര്? VS. ആ പുസ്തകം കത്തിച്ചെന്ന അധ്യാപകൻ മരിച്ച ആ സമയത്ത് കണ്ടോങ്ങള് അച്യുതാനന്ദന്റെ ഒരു പ്രസ്താവന. അവന്മാര് മലപ്പുറത്തേര് അത് ചെയ്യല്ലോ. നോക്കണം, അവന്മാര് മലപ്പുറത്തേര് അത് ചെയ്യല്ലോ. ഞാൻ ചോദിക്കുന്നു, ഒരു ജില്ലയെയും ഒരു സമൂഹത്തെയും പൊതുവെ മോശാക്കി. മലപ്പുറം ജില്ലയിൽ ഫുള്ള് മാർക്കിസ്റ്റാ, ഇടയിലില്ലേ കുറെ അല്ലേ? ഫുള്ള് ലീഗാ, ഇടയിൽ കുറെ മാർക്കിസ്റ്റേരില്ലേ? ഡെക്കറേഷൻ ബൾബിന്റെ ഉള്ളിൽ ഫ്യൂസ് ആയ മാതിരി. ഒന്ന് പറയണ്ടേ? എന്ത്? ഞങ്ങളുടെ പ്രദേശത്തെ കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയണം. മഅദനി, താങ്കൾ ഉള്ള വെളിച്ചവും കൂടി കെടുത്തുകയാണ്. താങ്കൾ ക്യാമ്പ് ചെയ്യുന്നത് മലപ്പുറത്താ. എന്തിന്? മലപ്പുറത്ത് വികസനം പോരത്രേ. ടാറിട്ട റോഡ് എവിടെ അവസാനിക്കുന്നുവോ അവിടെ നിന്നൊരു മുസ്ലിം നാട് തുടങ്ങുകയായി എന്ന് മാധ്യമവും പ്രബോധനവും എഴുതിയൊരു നാടുണ്ട്. നിങ്ങൾക്ക് സ്ഥലം അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം. ബംഗാൾ എന്ന അതിന്റെ പേര്. ബംഗാൾ. എവിടെ ടാറിട്ട റോഡ് തീരുന്നുവോ അവിടെ നിന്നൊരു മുസ്ലിം നാട് തുടങ്ങുകയായി. അങ്ങോട്ടും ഇങ്ങളൊന്ന് പോവോ? എവിടെ കരണ്ട് കാൽ അവസാനിക്കുന്നുവോ അവിടെ ഒരു മുസ്ലിം നാട് തുടങ്ങുകയായി എന്ന് പറഞ്ഞൊരു നാടുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത്. ഏതാ? ബംഗാൾ. അങ്ങോട്ട് പോവോ? മഅദനി, താങ്കൾ പറയുന്നത് ഈ ജില്ലയുടെ പുരോഗതിക്ക് തടസ്സം ലീഗാണ് എന്നാണല്ലോ. ഈ സമുദായത്തിനോ ഈ നാടിനോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോ ഗവർണർക്ക് കത്തെഴുതിയിട്ട്, ഗവർണറെ, ലീഗിന്റെ മന്ത്രിയായ ബഷീറിത മുസ്ലിങ്ങൾക്ക് വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കുന്നു എന്ന് പറഞ്ഞത് മിസ്റ്റർ മഅദനി, താങ്കൾ ഇപ്പോൾ ഇമാമായി സ്വീകരിച്ച VS അച്യുതാനന്ദന. അറിയോ അല്ലേ? അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്നില്ലേ? എന്താ അയാൾ പറഞ്ഞത്? ഗവർണറെ, ലീഗിന്റെ മന്ത്രിയായ ബഷീറിത മുസ്ലിങ്ങൾക്ക് വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കുന്നു. പിന്നോലെ ഗവൺമെന്റ് പറഞ്ഞല്ലോ, എന്തിനാ മലപ്പുറത്ത് സ്ഥാപനം? 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാറില്ല. നമ്മളെ കുട്ടികളൊന്ന് സടകുടഞ്ഞെണീറ്റു കാണിച്ചു തരാടാന്ന് പറയാണ്ട് പഠിച്ച് 1ാം റാങ്ക് വാങ്ങിയിട്ട് എവറസ്റ്റ് കൊടുമുടിമ കേടി നിന്നിട്ട് കയറി നിന്നിട്ട് പറഞ്ഞു, കണ്ടടാ കണ്ടോ എന്ന് പറഞ്ഞ് തല ഉയർത്തി നിൽക്കുക. അപ്പൊ ഈ പഹം പറയാ, കോപ്പി അടിച്ചിട്ടല്ലേ? ആലോചിച്ച് നോക്കിക്കള്. ഒരു സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോ അതിന് ഒരു ഭാഗത്ത് ഗവർണറെ വിളിച്ച്, ഗവർണറെ താങ്കൾ ഇടപെടണം എന്ന് വരെ പറഞ്ഞവർ അല്ലേ? ആ പറഞ്ഞ ആളുകളെ കുറിച്ച് പറയാതെ എങ്ങനെയാണോ സമുദായം മുന്നിലെത്തുക? എങ്ങനെ സമുദായം മുന്നിലെത്തുക? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്കിപ്പോ നിയമസഭയിലും പറയാൻ വയ്യ, പള്ളിക്കലും മതം പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. ആലോചിക്കണം. പള്ളിയിൽ പോലും മതം പറയുന്നതിനെ വിലക്കുന്ന രൂപത്തിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി കുറച്ചുകൂടി കടന്നുപോയിരിക്കുകയാണ്. ഈ പുസ്തകത്തിന്റെ സമരം നടക്കുമ്പോ പാണക്കാട്ട തങ്ങൾ മുന്നിൽ നിൽക്കണമെന്ന് പറഞ്ഞ് മുതലക്കുളം മൈതാനി വരെ പലരും ഉണ്ടായിരുന്നു, പല ആളുകളും ഉണ്ടായിരുന്നു. ആ പല ആളുകളും ഞങ്ങളെ പിന്നിൽ നിന്ന് പിറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഓലോട് സ്വകാര്യമായിട്ട് ചോദിക്കണം, എന്തേ നിങ്ങൾക്ക് പറ്റിയെന്ന്. അതിനൊക്കെയായി സ്വകാര്യമായിട്ട് ചോദിക്കണം, എന്തേ നിങ്ങൾക്ക് കിട്ടിയെന്ന്. അത് നല്ലതാ. എന്തെങ്കിലും കിട്ടിയാൽ പോണ്ടതാണോ നമ്മളെ വിശ്വാസം? അങ്ങനെ കിട്ടിയാൽ പോകലാണെങ്കിൽ ഞങ്ങളെ കണ്ടുപിടിച്ചോളിയടോ. ഞങ്ങളെ സയ്യിദുമർ ബാഫഖിത്തങ്ങളും PM അബൂബക്കർ സാഹിബും മൊയ്തീൻകുട്ടി എന്ന ബാവഹാജി അടക്കമുള്ളവർ ഇടതുപക്ഷത്തിന്റെ കൂടെ അഖിലേന്ത്യാ മുസ്ലിം ലീഗുമായി നിൽക്കുമ്പോഴാ നമ്പൂതിരിപ്പാട് ഇസ്ലാമിക ശരീഅത്തിന്റെ മേലെ കുതിര കയറിയത് അല്ലേ? ഇസ്ലാമിക ശരീഅത്ത് കാലത്തിന്റെ കൂലം കുത്തിയൊഴുക്കിൽ ഒലിച്ചു പോകുന്ന പറഞ്ഞു. 2 പെണ്ണ് കെട്ടാൻ അള്ളാഹ് പറഞ്ഞാൽ ആ അള്ളാഹ് നമുക്ക്
നമുക്ക് വേണ്ട എന്ന് EMS പറയേണ്ട താമസം നിങ്ങളെ ഞമ്മക്കും വേണ്ട എന്ന് പറഞ്ഞ് MLA സ്ഥാനം പുല്ലാണെന്ന് പറഞ്ഞ് സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് ബാവഹാജിയും പാണക്കാട് ശിഹാബ് തങ്ങളും കെട്ടിപ്പിടിച്ച് എല്ലാം മറക്കുക പൊറുക്കുക എന്ന് പറഞ്ഞതോടുകൂടി എണ്ണയിട്ട യന്ത്രം കണക്കെ ഒരു ശാഖ പോലും പ്രതിഷേധിച്ചില്ലല്ലോ. എന്താ കാര്യം? ഞങ്ങൾക്ക് വേറൊരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല അല്ലേ? അവിടെയാണ് ഒരു വിശ്വാസിക്ക് വിശ്വാസത്തിന്റെ മഹിമ കാണേണ്ടത്. മാറ്റിച്ചു പാട്ടി പറയുന്നത് മതമല്ല 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 പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം. വിശ്വാസിക്കതല്ല പ്രശ്നം. ഖന്തക്കിന്റെ കടങ്ങ് കീറാൻ ആരംഭ റസൂലുള്ള വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി തെളിയിച്ചത് വയറല്ല 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 പ്രശ്നം, ആശ്വാസമേകുന്ന ഈമാനാണ് പ്രശ്നം എന്നാണ്. ആലോചിക്കണം. ആ റസൂലിന്റെ അനുയായികളായ നമ്മള് ഇടതുപക്ഷം എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ തന്നാൽ തീരേണ്ടതാണോ? ഞാൻ ഓർക്കുകയാണ്, ഇന്നലെ ഞാൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഒരു ചരിത്രം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വർത്താനുണ്ട്. അത്യാഗ്രഹിയായ ഒരു ചെന്നായ വളരെ വിശന്ന സമയത്ത് അതിനൊരു ആട്ടിൻ കൂട്ടത്തിലേക്ക് തുറന്നു വിട്ടാൽ എത്ര കണ്ട് അതിനെ നശിപ്പിക്കും. അതിനേക്കാൾ ഗൗരവമായി സ്ഥാനമാനം കിട്ടുന്ന സമയത്ത് ആലിമീങ്ങൾ സമുദായത്തെ നശിപ്പിക്കാൻ തുടങ്ങുന്നൊരു കാലം വരും. അല്ലാഹ് കാക്കട്ടെ. നിങ്ങൾ ആലോചിക്കണം, നമ്മള് ഇതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ മെനഞ്ഞുകൊണ്ട് നടക്കുമ്പോ അതിന്റെ പിന്നിൽ നിന്ന് പാരവെക്കാൻ എത്ര ആളുകളാണ്. അവർക്കൊക്കെ എന്താ താല്പര്യം? ഞാൻ ചോദിക്കുകയാണ്. ഇനിയിപ്പോ ഇവരെ കൂട്ടത്തിലുള്ളവർക്ക് മഹല്ലുകളായാലും കുഴപ്പമില്ല, മദ്രസ പോയാലും കുഴപ്പമില്ല, പുസ്തകത്തിലെ മതനീന്ത വന്നാലും കുഴപ്പമില്ല, എന്ത് വന്നാലും പറ്റില്ല, ഓർക്ക് ലീഗ് വലുതാവുമോ എന്നുള്ള ബേജാറാണ്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് അല്ലേ. പണ്ടൊരു ഖിയാമത്ത് നാളിനെ കുറിച്ച് ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോ പറഞ്ഞപ്പത്രേ, മക്കളെ ഇസ്രാഫീൽ സൂറിലൂതുന്ന അന്ന് ഖിയാമത്ത് നാൾ സംഭവിക്കും. അന്ന് ആകാശം പൊട്ടിയണ്ട് കീറും. കുട്ടികൾ ബുക്കൊക്കെ മടക്കി വെച്ചു. ഉസ്താദ് പറഞ്ഞു അന്ന് നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴും. കണ്ണൊക്കെ നെറുക്കണ്ട് പോയി. ഉസ്താദ് പറഞ്ഞു പർവ്വതങ്ങൾ ഛിന്ന ഭിന്നമാകും. കുട്ടികൾ ശ്വാസം പെടാതെ ഒരു നൃത്തം. ഉസ്താദ് പറഞ്ഞു കടല് ആളിക്കത്തും. ബേജാറാകാൻ എവിടെക്കെങ്കിലും പോണം. ഇതൊക്കെ ആയപ്പോ ശാന്തമായ സൂചി വീണാ കേൾക്കുന്ന നിശബ്ദതയുള്ള ആ സദസ്സിൽ ഉസ്താദ് പറഞ്ഞത്രേ, അന്ന് അല്ലാത്ത ഒന്നും ഉണ്ടാവില്ല, അന്ന് അതല്ലാത്ത ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നിലെ ബെഞ്ചിന്ന് ഒരു ചെക്കൻ വന്നൊരു ചോദിക്കാത്തരെ, അന്ന് മദ്രസ ഉണ്ടാവുമോ എന്ന്. ഓന്റെ ബേജാർ എന്താണെന്നറിയോ? എങ്ങനെയുള്ള സദറുസ്താദ് മരിച്ചിട്ടാണെന്ന് മദ്രസയ്ക്ക് വരാനിച്ചിട്ട് കാത്തിക്കുക. ഞാൻ ചോദിക്കുന്നു, മഹല്ല് പോകുന്നു, പുസ്തകനിന്ദ വന്ന് മതം പോകുന്നു, JCB പാർട്ടി ഓഫീസ് ഒഴിവാക്കി മഞ്ചേരി പള്ളിയുടെ മിനാരം പൊളിക്കുന്നു. ഇതൊക്കെ പറയുമ്പോ പിന്നിലെ ബെഞ്ചിൽ നിന്ന് PTA റഹീമും PMA സലാമും KT ജലീലും TK ഹംസാക്കിയും വന്നിട്ട് ചോദിക്കുക, അന്ന് ലീഗ് ഉണ്ടാവുമോ എന്ന്. പാവം, ഇവർക്കൊന്നുകിൽ നാണം വേണം, അതല്ലെങ്കിൽ മാനം വേണം. അത് രണ്ടുമില്ലെങ്കിൽ നാണവും മാനവുമുള്ളവർ കുളിച്ച കുളത്തിൽ പോയി ഒന്ന് മുങ്ങുകയെങ്കിലും വേണം എന്നേ സാന്ദർഭികമായി ഞങ്ങൾ പറയുന്നുള്ളൂ. എന്തേ മുതലക്കുളം മൈതാനി വരെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. മുതലക്കുളം മൈതാനിയിലെത്തിയപ്പോ എന്താ സംഭവം? എന്താ നിങ്ങൾ പോകാൻ കാരണോ? ഞങ്ങൾ പല സ്ഥലത്തും അന്വേഷിച്ചു. മുതലയും കുളവുമില്ലാത്ത മുതലക്കുളം മൈതാനിയിൽ ഞങ്ങൾ അന്വേഷിച്ചു. പാണക്കാട്ടെ തങ്ങളെ മുന്നിൽ നിർത്തി കോഓർഡിനേഷൻ രൂപീകരിച്ച് വന്നതിൽ പലരും അതാ പോയിരിക്കുന്നു. ഞങ്ങൾ തിരിയിട്ട് തെരഞ്ഞു, കണ്ടില്ല. ഞങ്ങൾക്ക് മനസ്സിലായി എളുപ്പമാണ് കലക്കി നടക്കാൻ, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ, കണ്ടില്ല. ഞങ്ങൾ അങ്ങനെ ആലോചിച്ചപ്പോ ഞങ്ങളോട് മുതലക്കുളം മൈതാനി ശൂന്യതയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അവരൊക്കെ ചിലത് മുതലാക്കുന്നവരാണ്, അവരൊക്കെ ചിലത് കുളമാക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ആര് പിൻവാങ്ങിയാലും ഞങ്ങൾ ഉണ്ടാവും ഇതിന്റെ മുന്നിൽ. അറബ് ഭാഷ വെല്ലുവിളി നേരിട്ടപ്പോ പാണക്കാട്ടെ തങ്ങളോട് KT ജലീൽ ചോദിക്കുന്നത്, ഇപ്പോ ലീഗിന് എന്താ അതിൽ റോള്? പിന്നെ വാപ്പാക്ക് അതിൽ റോള്? ഇതിന്റെ മുമ്പും ലീഗാ വന്നിക്കണ്, അറിയോ? അറബ് ഭാഷക്കെതിരെ ഉറഞ്ഞു തുള്ളിന് ഇടത് ഗവൺമെന്റ് വന്നപ്പോ അറബ് നാട്ടിൽ പണി വേണം, അറബ് നാട്ടിലെ പണവും വേണം, അറബ് ഭാഷ പഠിക്കാൻ മാത്രം കേരള നാട്ടിൽ ഇടമില്ലേ എന്ന് ചോദിച്ച് ഇന്ത്യ മജീദും റഹ്മാനും കുഞ്ഞിപ്പിയും കൽബ് കൊടുത്ത് കരള് കൊടുത്ത് വളർത്തിയതായി ഈ ഭാഷ.
DMA സലാമും PTA റഹീമും KT ജലീലും പറയുന്നത് എന്താ അറബി, ചെറുപ്പത്തിൽ നമ്മളും അറബിയൊക്കെ പഠിച്ചത്, എന്താ അതുകൊണ്ടൊക്കെ മെച്ചം? ഓ മിസ്റ്റർ, എന്താണ് ഇങ്ങനെ ഒരു വല്ലാത്തൊരു മാറ്റമായി പോയത്? ഞങ്ങൾ പറയുന്നത് കേൾക്കണ്ട, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഅല്ലുമുൽ ലുഗത്തുൽ അറബിയ്യ, നിങ്ങൾ അറബ് ഭാഷ പഠിച്ചിരിക്കണം. ഫഇന്നഹാ, അപ്പോൾ തീർച്ചയായും അറബ് ഭാഷ. കേട്ടോ സലാം, ജലീൽ കേട്ടോ, റഹീം കേട്ടോ, റസൂലുള്ളാഹി പറഞ്ഞ ലുഗത്തി, അതിന്റെ ഭാഷയാണ്. വലുഗത്തുൽ ഖുർആനി, അത് ഖുർആന്റെ ഭാഷയാണ്. വലുഗത്തുൽ ജന്ന, അത് സ്വർഗത്തിന്റെയും ഭാഷയാണ്. ഒന്നാം തീയതി ശമ്പളം ഒപ്പിട്ട് വാങ്ങി അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമായ ഖുർആന്റെ ഭാഷ പഠിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉള്ളൂ. SSLC കഴിഞ്ഞാൽ, പ്രിലി കഴിഞ്ഞാൽ UP പഠിപ്പിക്കായിരുന്നു. പ്രിലി കഴിഞ്ഞ് അഫ്ദൽ കഴിഞ്ഞാൽ, ട്രെയിനിങ് കഴിഞ്ഞാൽ ഹൈസ്കൂൾ വരെ പഠിപ്പിക്കായിരുന്നു. ഇവരിതാ പുതിയ നിയമം, +2 55% മാർക്ക് വേണത്രേ. ഇതിന് പറയുന്നുണ്ട് ആരറബി, എന്തറബി? ഇത്രയും ആളുകൾ അറബി സംസാരിക്കുന്നു, അതിന് നിയമമില്ല, അതിന് പവിത്രതയില്ല. എന്നാൽ ലോകത്തിലെ ഹൈന്ദവന്റെ വേദഭാഷയായ സംസ്കൃതത്തിനൊരു യൂണിവേഴ്സിറ്റി കൊടുത്തതിന്റെ ET മുഹമ്മദ് ബഷീർ സാഹിബ. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. നിങ്ങളോ അറബ് ഭാഷയെ ഞെരുക്കുകയാണ്. എന്നിട്ടോ ഫ്രഞ്ച് ഭാഷയ്ക്ക് വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രത്യേകമായ ചെയർ. ഫ്രഞ്ച് കേരളത്തിൽ ആരാ പറയല്? മന്ത്രി സുധാകരൻ എനിക്ക് പറയാന്നല്ലാതെ ഞാൻ കേട്ടിട്ടില്ല. മൂപ്പര് പിന്നെ അനങ്ങിയ ഫ്രഞ്ചാണ്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ. ആ സുധാകരനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി വരെ പറഞ്ഞു തൊള്ള പോക്കാന്ന്. KT ജലീല പറയുന്നത് ഇയാൾ ഗാന്ധിജിക്ക് തുല്യം. അല്ലാഹ് കാക്കട്ടെ. കാസർഗോഡ് ജില്ലാ കരിക്കുലം കമ്മിറ്റി ഇറക്കിയ പുസ്തകമുണ്ട്. ആ പുസ്തകത്തില് തവളയുടെ ചിത്രം കൊടുത്തിട്ട് അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ഗാന്ധിജി. അത് കണ്ടിട്ടാണ് ഇനി ജലീൽ പറഞ്ഞത് മന്ത്രി സുധാകരൻ ഗാന്ധിജിക്ക് തുല്യാണെന്ന്. ഒരു മന്ത്രി നോക്കൂ നിങ്ങൾ, വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്ന അർത്ഥത്തില് എല്ലാത്തിലും ഒന്ന് മൂപ്പര് കൈയിടും. ഇപ്പൊ ആ സ്വാമിമാരെ വിവാദം വന്നു അല്ലേ? 2 കൊല്ലായി ഇവര് ഭരിക്കണം അല്ലേ? ഈ 2 കൊല്ലായി നമ്മൾ അറിയണം തന്നെ. ആ ഭദ്രാനന്ദ സ്വാമി 2 വെടി പൊട്ടിച്ചപ്പോളാ, അതുവരെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താ സ്ഥിതി എന്നറിയങ്ങള്? നമ്മളെ ഭരണം നായി വെക്കണ്ട. ഇപ്പോ ഈ വിലക്കയറ്റും, ഈ ബസ് ചാർജ് വർധന, ഈ കറണ്ട് ചാർജ് വർധന, ഭൂമി കുലുക്കം രക്ഷിക്കുമാറി മുദ്രാവാക്യമായിരിക്കും നമ്മളെ നാട്ടില്. ഇപ്പൊ കണ്ടങ്ങള് ഞങ്ങളെ ഭരണാംഗങ്ങള് ഞങ്ങളെ കുഞ്ഞാലിക്കുട്ടിയുടെ കോലം കത്തിച്ചിട്ടുണ്ടാവും, ഉമ്മൻചാണ്ടിയുടെ കോലം കത്തിച്ചിട്ടുണ്ടാവും, എത്ര ജീപ്പ് കത്തിച്ചിട്ടുണ്ടാവും, ഈ നാടെത്ര കൊളമാക്കിയിട്ടുണ്ടാവും. നിങ്ങൾക്കെതിരെ സമരം നടത്താൻ, കോലം കത്തിക്കാൻ വകുപ്പില്ലായിട്ടോ മണ്ണെണ്ണ കിട്ടായിട്ടോ വൈക്കോലില്ലായിട്ടോ അല്ല. ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെ കോലം കത്തിക്കാത്തത് അച്യുതാനന്ദനൊക്കെ എന്തൊരു കോലുള്ളത്, എങ്ങനെ അതിനെ കത്തിക്കുക? ഓ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണത്രേ. ആലോചിക്കണം നിങ്ങൾ. ഞങ്ങളെ ഭരണമായിരുന്നുവെങ്കിൽ ഈ രാജ്യത്ത് നിങ്ങൾ എന്തൊക്കെ ആക്കുമായിരുന്നു? നിങ്ങളുടെ ഭരണമല്ല എന്നുള്ളതാണ്, നിങ്ങളുടെ ഭരണമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്കൊരാശ്വാസമായിട്ടും യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത്. ഞാൻ ചോദിക്കുന്നു, ആ ഇടതുപക്ഷ ഗവൺമെന്റിൽ നിന്ന് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അവര് സമുദായത്തെ കയ്യിലെടുക്കാൻ വേണ്ടി ഓരോ ഭാഗത്തും ഓരോ തന്ത്രങ്ങളും ആവിഷ്കരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾ ഹജ്ജ് ഹൗസ് നിർമ്മിച്ചില്ലേ എന്നാ ഒരു ചോദ്യം. ചരിത്രത്തിൽ ആദ്യമായി ഹാജിമാരെ പൊളങ്കിയതും നിങ്ങളല്ലേ, അത് മറക്കാൻ പറ്റുമോ? എന്താണ് ഹജ്ജ് ഹൗസിന്റെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട്? ഹജ്ജ് ഹൗസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അച്യുതാനന്ദൻ പറഞ്ഞത് ഹാജിമാർക്ക് ഈ വർഷം പുതിയ അനുഭവം ഉണ്ടാകുന്നതാണ്. നല്ല അനുഭവമല്ലേ ഉണ്ടായത്? സാധാരണ ഹാജിമാരുടെ അനുഭവം ജംറത്തുൽ അഖബന്റെ അവിടെ പോയാൽ ഷെയ്ത്താനെ അങ്ങോട്ട് കല്ലെറിയലായിരുന്നു. ഇക്കുറി പോകുമ്പോ തന്നെ കടവത്തൂർ വെച്ച് ഷെയ്ത്താൻ ഇങ്ങോട്ട് കല്ലെറിഞ്ഞു എന്നുള്ളത് വല്ലാത്തൊരു അനുഭവമാണ്. എന്നിട്ടോ ഞങ്ങൾ അഹമ്മദ് സാഹിബൈക്ക് 2 കോടി കൊടുത്തിടോ, 2 കോടി. എന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബൈക്ക് 1 കോടി കൊടുത്തു. ഹാജിമാരെ സ്വതക്ക 1 കോടി. കൊണ്ടോട്ടി മണ്ഡലം യൂത്ത് ലീഗ് കൊടുത്തു 64 ലക്ഷം. TK ഹംസാഖദീക്ക് ഒരു തേങ്ങ കൊടുത്തിക്കണ സങ്കടം ഉണ്ടായിരുന്നില്ല, ഒരു തേങ്ങ. എന്നിട്ട് പറയാ നമ്മളെ ഹജ്ജ് ഹൗസ്. ഉംറക്ക് പോയ അബ്ദുള്ള കുട്ടിനോട് വിശദീകരണം ചോദിച്ച നിങ്ങൾക്ക് എന്താ ഹജ്ജ? നിങ്ങൾ ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടി പലതും നടത്തിയപ്പോ കണ്ടോ? ഞാൻ ഇന്നലെ അത്ഭുതപ്പെട്ടു. വെളിയങ്കോട് ഭാഗത്ത്, അതേപോലെ പുൽപ്പറ്റയിൽ വേറൊരു നോട്ടീസ്, സമൂഹ നോമ്പ് തുറ DYFI നോമ്പ് വരാൻ പോവാണ്. ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ? ഇന്ത്യൻ എക്സ്പ്രസ് ഈയിടക്കടുത്ത് എഴുതി,
തീക്കാംസ മഞ്ചേരിയിൽ തോറ്റതിന് ശേഷമാണ് ആദ്യമായി ചരിത്രത്തിൽ ഈദുൽ ഫിത്തറിന് ദേശാഭിമാനിക്ക് അവധി കൊടുത്തത്. മുസ്ലിങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് സമൂഹ നോമ്പുതുറ. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു, വളാഞ്ചേരിയിൽ ചങ്ങരംകുളത്തുണ്ടായിരുന്നു. കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ എളിയ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ ഞങ്ങളെ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, ഒന്ന് നോമ്പുതുറയാണ്, നേരത്തെ പോകണം തന്നെ, പോയിക്കോളി തന്നെ. നേരത്തെ പോകണുണ്ട്. നമ്മളൊന്ന് പിന്നാലെ പോയി നോക്കി. മഗ്‌രിബ് ബാങ്കോട്ട് കൊടുത്തിട്ടില്ല, കുറെ ആളാണ്ട് പോണുണ്ട്, കുറച്ചാളുണ്ട് വരുന്നുണ്ട്. ഞങ്ങൾ ചോദിച്ചത് എന്ത് കഥ? അത് നേരത്തെ വന്നവരെ നേരത്തെ ഒഴിവാക്കാത്തര വല്ലാത്തൊരു നോമ്പുതുറ. എന്റെ മാർക്സിസ്റ്റ് നിങ്ങളൊക്കെ നോമ്പുതുറ നടത്തിയ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി എന്തൊക്കെ തന്ത്രങ്ങളാണെന്നറിയോ? നിസ്കാര തൊഴിലാളി യൂണിയൻ ഒരു ഭാഗത്ത് തലേകെട്ട് കെട്ടിയ വല്യുപ്പാന്റെ കയ്യിൽ ചെങ്കൊടി കൊടുത്തിട്ട് ഫ്ലക്സ് ബോർഡ്, പർദ്ദ ധരിച്ച വല്യുമ്മാന്റെ കയ്യിൽ ചെങ്കൊടി കൊടുത്ത ഫ്ലക്സ് ബോർഡ്. എന്താ ഈ ചിഹ്നങ്ങളോട് നിങ്ങളെ നിലപാട്? തലേകെട്ടിനോട് വല്ല സ്നേഹമുണ്ട് നിങ്ങൾക്ക്? തലയെടുപ്പുമായി തലേകെട്ടുമായി ഉയർന്നു നിന്നൊരു മഹാനുണ്ടായിരുന്നു കേരളത്തിൽ, എന്റെ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ. ആ തങ്ങളെ തലേകെട്ടിനെ ചൂണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞത് ഇന്നും ഈ മലയാള മണ്ണിനെ മറക്കാൻ കഴിയോ? എന്താ പറഞ്ഞത്? മൊട്ടത്തലയിൽ വട്ടക്കെട്ട്, വട്ടക്കെട്ടിൽ കള്ളപ്പൊന്ന്, ബാഫഖി തങ്ങളെ മൊട്ടത്തലയിൽ അയ്യാറിട്ട് മുളപ്പിക്കും. കണ്ടോ? തലേകെട്ടിനോട് സ്നേഹമുണ്ടോ? അല്ല, സ്നേഹം ഉണ്ടായിട്ടല്ല. പർദ്ദയും മഫ്തയും പണ്ട് തങ്ങന്മാരുടെയും മുസ്ലിംമാരുടെയും വീടുകളിലേ ഉണ്ടായിരുന്നുള്ളൂ, ദേശാഭിമാനി. എന്നാൽ ഇന്നത് കേരളത്തിൽ വ്യാപകമായിരിക്കുന്നു. ഇതെന്തോ താലിബാനോ? കണ്ണൂരിലെ വർഗീയ വിരുദ്ധ റാലിയിൽ വിജയരാഘവൻ MP നടത്തിയ പ്രസംഗം. സാധ്വി റിദംബര പറഞ്ഞതല്ല, വിനയ് കത്യാർ പറഞ്ഞതല്ല, ഉമാഭാരതി പറഞ്ഞതല്ല. ജാതിയില്ലാതെ മതമില്ലാതെ രാജ്യത്തെ ജനങ്ങളെ മുഴുവനും ഒന്നായി കാണുന്നു എന്ന് പെരുമ്പറയടിക്കുന്നവർ പറഞ്ഞതാണ്. ഞാൻ ആലോചിക്കുന്നു, മാർക്സിസ്റ്റ് പാർട്ടി മുസ്ലിങ്ങളെ കയ്യിലെടുക്കാൻ വരുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണോ? ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ കാര്യത്തിൽ ഒരു പണത്തൂക്കം മുന്നിൽ എന്ന് പറഞ്ഞ് മത്സരിക്കുകയാണ്. എന്നാലോ പണത്തൂക്കം അവിടെ നിൽക്കട്ടോ. 1 ഗ്രാം നന്ദി ഉണ്ടായിരുന്നുവെങ്കിൽ ആ നന്ദിഗ്രാമിൽ ഇത് കാണേണ്ടിയിരുന്നു. കിട്ടിയില്ലല്ലോ. 35 കൊല്ലം അടയിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ എന്താ ഈ സ്ഥിതി? ആലിമീങ്ങൾ അവരെ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് നമ്മളെ കൂട്ടത്തിലെ ചില ആളുകൾ പോയി. കഴിഞ്ഞ വെള്ളിയാഴ്ച എന്റെ കുറ്റിപ്പുറത്ത് കഴുത്തല്ലൂർ ജുമാ മസ്ജിദിൽ, എടവണ്ണപ്പാറ നമ്മുടെ ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി പോയൊരു പള്ളിയിൽ 2 സഖാഫിമാർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഖത്തീബിനോട്, അത് ഇവിടെ പറയാൻ പറ്റൂല. ഞാൻ ചോദിക്കുന്നു, മിഹ്റാബിൽ മതം പറയാൻ പാടില്ലെന്ന് പറയാൻ മാറ്റിറ്റ് പാർട്ടിക്ക് വേണ്ടി ആരൊക്കെയാണ് ഏതൊക്കെ വേഷത്തിലാ വരുന്നത്? എങ്ങോട്ടാ ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്? എന്ത് അപകടത്തിലേക്കാണ് നമ്മൾ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്? ഇവർക്കൊക്കെ ലീഗിന്റെ രക്തമാണ് ആവശ്യം. വണ്ടേ നീ തുലയുന്നു വിളക്കും കെടുത്തുന്നു എന്ന് പണ്ടൊരു കവി പാടിയത് ഇവരെ പറ്റിയാണാവോ? കറിഞ്ഞൂടാ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആലിമീങ്ങളെ മിഹ്റാബിൽ എന്ന് പറഞ്ഞപ്പോ പാലോളി പറയുന്നു, പള്ളി ആർക്കും സ്ത്രീധനമായി കിട്ടിയതല്ല. മിഹ്റാബ് ആദ്യമായിട്ടാണോ അത്? സൽമാൻ റുഷ്ദിയുടെ പുസ്തകം നിരോധിക്കാൻ ആലിമീങ്ങൾ രാജീവ് ഗാന്ധിയോട് ആവശ്യപ്പെട്ടത് മിഹ്റാബിൽ നിന്നിട്ടാണ്. ബാബരി മസ്ജിദ് പ്രശ്നമുണ്ടായപ്പോൾ ആലിമീങ്ങൾ ഗവൺമെന്റിനോട് ശബ്ദിച്ചത് മിഹ്റാബിൽ നിന്നിട്ടാണ്. 921 ലഹള നടക്കുമ്പോ വിശ്വാസികളെ സംഘടിപ്പിച്ച് ഹുബ്ബുൽ വത്നി മിനൽ ഈമാൻ, രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ ആലി മുസ്ലിയാർ ഉപയോഗപ്പെടുത്തിയത് പള്ളിയുടെ മിഹ്റാബ. അറിയില്ലേ ബ്രിട്ടീഷുകാരനോട് ആ തീ തുപ്പുന്ന പീരങ്കിക്ക് മുന്നിൽ വിരിമാറ് കാട്ടിക്കൊടുത്ത് ഗാന്ധിജി നികുതി പ്രസ്ഥാനത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പേ നിനക്ക് ഞാൻ നികുതി തരില്ല എന്ന് പറയാനും സമൂഹത്തോടത് കൊടുക്കരുതെന്ന് പറയാനും മഹാനായ ഉമർ ഖാലി ഉപയോഗിച്ചത് മിഹ്റാബാണ്. അല്ലേ? മിഹ്റാബിൽ നിന്നാണ് മതത്തിന്റെ കാര്യം നമ്മൾ പറയാറ്. മതത്തിന്റെ കാര്യം അവിടെ നിന്നേ പറയൂ. അപ്പൊ ഇവര് പറയാ കമ്മ്യൂണിറ്റിയുടെ കാര്യം മാത്രമല്ല, കമ്മ്യൂണിസ്റ്റിനെ എതിർത്തിട്ടും പറയാൻ പറ്റില്ല ചില ആളുകൾ. പാണക്കാട്ടെ തങ്ങൾ രാഷ്ട്രീയം കളിക്കുന്നതാണോ നിങ്ങൾക്ക് തോന്നുന്നത്? മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ കമ്മ്യൂണിസത്തിന്റെ അപകടത്തെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. പോയി നോക്കണം. ആർക്കാ നിങ്ങൾ പഠിപ്പിക്കുന്നത്? മതനിഷേധം വന്നാൽ
പള്ളിയിൽ നിന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ കഥ? നമുക്കൊക്കെ മരിച്ചു പോണ്ടേ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കണമെന്ന് പേടിയുള്ളവന് 2 സ്വർഗമുണ്ട് എന്നാ. തിൽക ദാറുൽ ആഖിറ, പരലോകത്തെ ആ ശാശ്വതമായ വീട്. തിൽക ദാറുൽ ആഖിറ നജ്അലുഹാ, അത് നമ്മൾ ഒരുക്കിയിരിക്കുന്നു ലില്ലദീന, ഒരു കൂട്ടർക്ക്, ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി, ഭൂമിയിൽ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാത്ത, വലാ ഫസാദൻ, കുഴപ്പമുണ്ടാക്കാത്ത, വലാ ആഖിബത്തു ലിൽ മുത്തഖീൻ, അവസാനം ജയിക്കൽ പഞ്ചായത്തിക്കുള്ള ജയമല്ല, പാർലമെന്റിക്കല്ല, അവസാനം ഒരു ജയം അത് മുത്തഖീങ്ങൾക്കുള്ളതാണ്. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്തിലാക്കട്ടെ. ഇതൊക്കെ നിൽക്കും, എല്ലാ പാർട്ടിയും എല്ലാ സംഘടന ഇതൊക്കെ നിൽക്കും. നാളൊരു കാലം വരാണ്ട് എല്ലാവരും ഉത്തരവാദിത്വത്തെ സംബന്ധിച്ചും ചോദിക്കും. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. ഞാൻ ചോദിക്കുന്നു, ഡ്യൂട്ടി നിർവഹിക്കാൻ ആലിമീങ്ങൾ മെനക്കെടാത്തൊരു കാലം വന്നാൽ സമുദായം നാശം പ്രതീക്ഷിക്കണം എന്നാ പറയുന്നത്. ഞാൻ പറയുന്നു, ചില ആളുകള് പള്ളി എന്ന് പറയാൻ മടിച്ചു, ചിലര് മൊയ്‌ലിയരുട്ടിലാക്കിയിട്ട് നാട്ടിക്ക് പോയവര് വേറുണ്ട്. അങ്ങനെ പല കോലത്തിലും പലരും നിന്നു. ഞാൻ പറയുന്നു, ആരായി പണ്ഡിതന്മാർ? പണ്ഡിതന്മാർ LDFന്റെ ആളല്ല, UDFന്റെ ആളല്ല. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ. അവര് അത് പള്ളിയിൽ നിന്നാണ് പറയേണ്ടത്. അങ്ങനെ അവര് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ മദ്രസയുടെ കാര്യത്തിൽ നമുക്ക് നല്ലൊരു തീരുമാനം കിട്ടിയല്ലോ. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ മദാനിയായികളെ കയ്യിലെടുക്കാൻ വേണ്ടി എന്തൊക്കെ തന്ത്രം. ഞമ്മക്കല്ലേ മടി. ഞാൻ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിൽ പോയി, പുന്നപ്രയിൽ അച്യുതാനന്ദന്റെ തട്ടകം തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ 2 ദിവസം പൊതുയോഗത്തിന് പോയി. ഞാൻ അവിടെ കണ്ടൊരു അത്ഭുതമുണ്ട്. എന്താ അറിയോ? ക്രിസ്തീയ ചർച്ചകളിലൊക്കെ ഈ പുസ്തകത്തിനെതിരെ ശക്തമായ പ്രചരണം. ഇടയലേഖനം വായിക്കുന്നു മാത്രമല്ല, വലിയ വലിയ ഫ്ലക്സ് ബോർഡ് നോക്കണം. ഓലക്കൂടത്തിലെ സുന്നി മുജാഹിദ് ജമാഅത്ത് അഥവാ കാത്തോലിക്കര്, സുരിയാനി, പ്രൊട്ടസ്റ്റന്റ് എല്ലാരും യോഗം ചേർന്നിട്ട് പറയുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്ത്യകൂദാശ ഞങ്ങൾ നടത്തുന്ന. അതിന്റെ അർത്ഥം എന്റെ സീരിയാജ് പറഞ്ഞായി എന്റെ ഔത്തർച്ചയാണ്ട് കലക്കും തന്നെയാണ്. അറിയോ? ഞമ്മക്കല്ലേ പേടി. നമ്മളാൾക്കാരെപ്പോഴും പറയണോ വേണോ? ആലോചിച്ച് നോക്കൂ നിങ്ങള്. മുന്നണിക്ക് എടുക്കാൻ മതം പറഞ്ഞവരവര് അല്ലേ? ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് ലീഗ് വിട്ടപ്പോ സേട്ടു ഇപ്പോഴും ശരീഅത്തിന്റെ ആളല്ലേ? ഓ PMA സലാം, ഞാൻ ചോദിക്കട്ടെ, ഒരു റഹീം, താങ്കൾക്ക് ഇപ്പുറത്തുള്ള റാഹത്ത് റഹീമിന് അപ്പുറത്തുണ്ടോ? ഇടതുപക്ഷത്തോട് ലാൽ സലാം പറയാൻ PMA സലാം സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. KT ജലീൽ, AT ബലാൽ മുസീബത്തുമായി എത്ര കാലം നടക്കും? യഥാർത്ഥത്തിൽ എന്താ മാർക്സിസ്റ്റ് പാർട്ടി? PJ ജോസഫ് UDF വിട്ടപ്പോ ഇടതു മുന്നണിയിലേക്ക് എടുക്കുമോ എന്ന് ചോദിച്ചപ്പോ ഡിമാൻഡ് വെച്ചു, ഷർത്ത് വെച്ചു. ജോസഫ് പള്ളിക്കാരെയും പട്ടക്കാരെയും തള്ളി പറയണം. കണ്ടോ? അതാണ് മാർക്സിസ്റ്റ് പാർട്ടി. മാർക്സിസ്റ്റ് പാർട്ടി കേവലം റോഡ്, പാലം, തോട്, കടവ്, പെൻഷൻ ഇതിനു വേണ്ടിയുള്ള പാർട്ടിയൊന്നല്ല. അവർക്കൊരു മുറാദുണ്ട്. അത് അവർ സോവിയറ്റ് റഷ്യയിൽ നടപ്പിലാക്കി. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ചോര പുരണ്ട മുസാഫ് പറഞ്ഞിട്ട് അതേ നയമാണ് കേരളത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കൂട്ടത്തിലെ കുറെ സാധുക്കള് ഇതിന്റെ പിന്നാലെ കൂടിക്കൊടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ പുഷ്ടിപ്പെടുത്താൻ, ഈ സമുദായത്തെ ഒറ്റിക്കൊടുക്കാൻ ഹീനമായ ഗൂഢമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് നീങ്ങാണ്. സ്നേഹിത പാദസാം നിജയം വാർന്നൊലിഞ്ഞിടവു സേതുബന്ധനാം ഉദ്യോഗം എന്തടോ. വെള്ളം മുഴുവൻ വാർന്നു പോയ ശേഷം പിന്നെ ചിറകെട്ടാൻ ശ്രമിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. വോൾട്ടേജ് ക്ഷാമം, വിലക്കയറ്റൊക്കെ പിന്നെ നമുക്കൊരു നിലനിൽപ്പുണ്ട്, ഇസ്സത്താർന്നൊരു നിലനിൽപ്പ്. ആ നിലനിൽപ്പ് കേരളത്തിലേ ഉള്ളൂ, ഇവിടെ വെളിച്ചുള്ളൂ. ഇതുകൂടി കെടുത്താനാണ് നിങ്ങളെ ശ്രമമെങ്കിൽ നിങ്ങൾ ഏത് സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്? എല്ലാവർക്കും വേണ്ടത് ലീഗിന്റെ രക്താണ്. എല്ലാവർക്കും വേണ്ടത് ലീഗിന്റെ രക്താണ്. കുഞ്ഞാലിക്കുട്ടി ഞങ്ങൾ കശകിയല്ലോ. നിങ്ങൾക്ക് എന്ത് കിട്ടി? ഈ രാജ്യത്ത് ഇവർ അധികാരത്തിലേറ്റാൻ വേണ്ടി കൈമെയ് മറന്ന് സഹായിച്ചവരുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ഭരണം വന്നപ്പോ പറഞ്ഞത് മലപ്പുറം ചോന്നു,
കുറ്റിപ്പുറവും ചോന്നു എന്നാണ്. എന്നാൽ കോടിയേരിയുടെ പോലീസ് പോയിട്ട് ഹിറാ സെന്റർ റെയ്ഡ് ചെയ്തപ്പോഴാണ് മലപ്പുറവും കുറ്റിപ്പുറവും മാത്രമല്ല അമീറിന്റെ നടുമ്പുറവും ചുവക്കുമെന്ന് അയാൾക്കും ബോധ്യായത്. ആർക്കാ കിട്ടാത്തത്? എല്ലാവർക്കും കിട്ടിയില്ലേ കോള്? അജിത കുറ്റിപ്പുറത്ത് വന്ന് തമ്പടിച്ച് പ്രമാണിച്ച് അവിടെ ഒന്ന് പ്രസംഗിച്ചെന്താണെന്നറിയോ? ഞാൻ നാട്ടുകാരോടുള്ള സ്പിരിറ്റ് മൂത്തിട്ട് അവിടെ വന്നത്. തന്നെക്കെ എന്നെ ഓളെ മാപ്പിള സ്പിരിറ്റിലുള്ള മോന്ത കുത്തി വീണതും അല്ലേ? അന്ന് KT ജലീല് അജിതനെ പരിചയപ്പെടുത്തിയത് എന്താ? ഇനി എന്റെ സഹോദരി അജിത പ്രസംഗിക്കുന്നതാണ്. സഹോദരിയുടെ പുതിയാപ്പിള യാക്കൂബ് അത് ജയിലില് അളിയാങ്ക ജലീല് പോയിട്ടൊന്ന് കഴിച്ചിലാക്കിക്കാളെ. നല്ലതാണ്, നല്ലതാണ്. ആരൊക്കെ ഉണ്ടായിരുന്നടോ? എല്ലാവർക്കും കിട്ടിയില്ലേ കണക്കിന് കോള്? ചിലരൊക്കെ അവനാന്റെ പറ്റുബുക്കിൽ വരവ് വെച്ചിട്ട് മിണ്ടാതിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഭരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ മാന്യമായ രീതിയിൽ ഈ കാര്യങ്ങൾ നടത്തിയിരുന്നു. ഇതെല്ലാവർക്കും കണക്കിന് കിട്ടിയിട്ടും ചില സാധുക്കളൊക്കെ ഇപ്പോഴും ലീഗിന്റെ കഥ കഴിക്കാൻ വേണ്ടി രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പുസ്തകത്തിൽ മതനിന്ദയില്ലെന്ന് പറയാൻ NDF പോലും മുന്നോട്ട് വന്നതിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ്. പുസ്തകം പിൻവലിക്കരുത്. ജുമുഅക്ക് ശേഷം വിതരണം ചെയ്യുന്ന ഈ നോട്ടീസിലും പറയുന്നത് എന്താ? പുസ്തകത്തിൽ കുഴപ്പമുണ്ട് എന്നാണ്. പുസ്തകത്തിൽ കുഴപ്പമുണ്ട് എന്ന് ഉറപ്പല്ലേ? ഇനി അതൊക്കെ വിടിയുന്നത്. ഇനി മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ അറിയണമെങ്കിൽ ഇത് മാത്രം ആലോചിച്ചാൽ മതി. സൽമാൻ റുഷ്ദിയുടെ പുസ്തകം കുഴപ്പമില്ല എന്ന് പറഞ്ഞവരല്ലേ വരുന്നത് അല്ലേ? ആരംഭ റസൂലുള്ള സ്ത്രീലമ്പടനാണെന്നും ആയിഷത്തു തുഹറയും ഖദീജത്തുൽ കുബ്രയും ഫാത്തിമത്തു സഹറയും വേശ്യമാരാണെന്നും പറഞ്ഞ പുസ്തകം, മഅദല്ലാഹ്. സംസം വെള്ളം ചീഞ്ചലം എന്ന് പറഞ്ഞ പുസ്തകം, കഅബാലയം വേശ്യാലയം എന്ന് പറഞ്ഞ പുസ്തകം, ആ പുസ്തകത്തിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആളാ TK ഹംസാക്ക. ഈ സമുദായത്തിന്റെ പുരോഗതി എപ്പോഴും മാറി നിന്നുകൊണ്ട് കോന്ത്രമ്പല്ല് പോലെ തെറിച്ചു നിന്ന ഇവര് പറയുന്നത് കേട്ടിട്ട് നമ്മളെ സമുദായത്തിലെയും കുറെ ആളുകൾ അതിന്റെ പിന്നാലെ കൂടി കൊടുക്കുക. ഞാൻ അത്ഭുതപ്പെടുകയാണ്. മുമ്പത്തെ പോലെയല്ല. ആളുകൾക്കൊക്കെ ചില താല്പര്യങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടൊരു സങ്കല്പമാണ്. ആരോ പറഞ്ഞു ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരാണ് പള്ളിക്കൽ ഉസ്താദുമാര്. അപ്പൊ എന്റെ നാട്ടില് നല്ല മുഴു കുടിയനായിട്ടുള്ള ഒരു അറമുഖുണ്ട്. ഓൻ പറയാ ഈ മൊയ്യന്മാര് പണ്ടെന്നെ നമുക്ക് എതിരാണ്. ഞാൻ കള്ളുടിക്കുന്നതിനെ പറ്റി ഒരു എത്ര കാലമായി പറയുന്നത് ശരിയല്ലേ? ചെത്തുതൊഴിലാളികളുടെ എതിരാണല്ലോ. ഒരു കണക്ക് വെക്കുകയാണെങ്കിൽ ഇതൊന്നും പള്ളിക്ക് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ പറയാ? ആലിമികൾ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കും. വഴിയിൽ വെച്ച് ഞങ്ങളെ ഇട്ടേച്ചു പോയ പല ആളുകൾക്കും എന്താ കിട്ടാൻ പോകുന്നത്? ഇവരൊക്കെ എന്തിനു വേണ്ടിയാണ് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്? വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയാണ്ട് വന്ന് അവരുടെ ചേലും കോലും നടപ്പിലാക്കിയ മണ്ണ്, ഇമാം ബുഖാരിയുടെ മണ്ണ് കൊളാക്കിയവരവര്. ആ മാർക്സിസ്റ്റ് പാർട്ടി ഇതാ ഭരണത്തിന്റെ തണലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. തർക്കിച്ച് കണ്ടെത്തണത്രേ, തർക്കിച്ച് കണ്ടെത്തുക. മതം ഇതൊക്കെ തർക്കിച്ച് കണ്ടെത്തിയ കുട്ടി. യുറീക്കയുടെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് അധ്യാപകൻ, ഈ ആപ്പിളിന് 5 രൂപ. അപ്പോൾ എനിക്കെത്ര വയസ്സായി? അതെന്താ വയസ്സും വിലയും രണ്ടും രണ്ടാന്ന് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് പറയണോ? വിമർശനാത്മക ബോധന രീതി എന്നാണ് ഇതിന്റെ പേര്. ഏതൊരു സ്കൂളിൽ മാഷ് എടീറ്റെന്ന് ചോദിച്ചത്രേ, ഈ ആപ്പിളിന് 5 രൂപ. അപ്പൊ എനിക്കെത്ര വയസ്സായി? കുട്ടികൾ പറഞ്ഞു നിങ്ങൾക്ക് കണക്ക് പ്രകാരം 40ആയി. അതെങ്ങനെ തീരുമാനിച്ചു ചോദിച്ചു. എന്റെ നാട്ടില് ഹാഫ് പിരിയായ ഒരു കുഞ്ഞാപ്പുണ്ട്, ഓനക്ക് 20ആണ്, നിങ്ങൾക്ക് ഫുള്ള് പിരിയാണ്, അതുകൊണ്ട് 40ആണ്. അതന്നെ ഞാൻ ചോദിക്കട്ടെ, ഇമാതിരി മക്കളും കൂടി ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയോ? എന്തൊക്കെ വിദ്യകളാണെന്നറിയങ്ങള്? ഞങ്ങളൊക്കെ ഉണ്ടല്ലേ, ഞങ്ങളെ ശരിക്കും മനസ്സിലാക്കാൻ വെച്ചിട്ടാ മാർക്സിസ്റ്റ് പാർട്ടി. ഞങ്ങൾക്ക് അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും എന്റെ അമ്മയും ബാപ്പയൊക്കെ കഴിച്ചാൽ ഞങ്ങൾക്ക് മുത്തു മാണിക്കല്ല ശിഹാബ് തങ്ങൾ. ആ ശിഹാബ് തങ്ങൾ നേരെ കൊഞ്ഞനം കുത്തി വന്ന ഈ ആൺകുട്ടികളുടെ മീശ അത് വെച്ചതല്ല മുളച്ചതാണ് ഞങ്ങളത് തെളിയിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. കണ്ടോ, ഞങ്ങൾക്ക് സ്ഥാനമാനൊന്നും പ്രശ്നമല്ല. ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞാപ്പു കൽപ്പകഞ്ചേരി പറഞ്ഞു, പുല്ലുപോലെ ഞാനത് വലിച്ചെറിയുന്നു. എന്ത് സ്ഥാനമാനോടോ, ഞങ്ങളെ കണ്ട് പഠിക്കും. 35 പഞ്ചായത്തിൽ ഈ ബുക്ക് വേണ്ട എന്ന് പറഞ്ഞ ലീഗിന് അഭിവാദ്യങ്ങൾ ക്രിസ്തീയ പാതിരിമാരാ പറയുന്നത്. കണ്ടോ, പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ ഈ പഞ്ചായത്തിൽ ഈ ബുക്ക് പഠിപ്പിക്കൂല എന്നാണ് പറഞ്ഞു. അതല്ലേ? അപ്പൊ പറയാ പാലോളി, ഞാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ ഇമാമാണ്, എന്നാലോ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മഹ്മൂമീങ്ങളാണ്.
മാമൂമിങ്ങൾ ഇമാമിനെ മുൻകടക്കാൻ പാടില്ല, ഗവൺമെന്റ് തീരുമാനിക്കാത്തത് പറയരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ 2 പ്രസിഡന്റുമാരെ കാണിച്ചു തരാം നിങ്ങൾക്ക്. തിരുവനന്തപുരം കാരക്കുളം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഒരു ബുക്ക് തന്നെ അടിച്ചിറക്കി, ഗവൺമെന്റിന്റെ നിർദ്ദേശം ഇല്ലാതെ. അയാളെ കയ്യാമം വെക്കുവോ? എന്നാ കുഞ്ഞാപ്പു പിന്നാലെ വരും. എടയൂര് പഞ്ചായത്ത് പ്രസിഡന്റ് CP ഹംസ വരും. കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ലൈല വരും. ഞങ്ങളെ ചുണക്കുട്ടികൾ ധൈര്യമായിട്ട് അങ്ങ് നിന്നോടുത്തു. കണ്ടോ? അങ്ങനെ ഓരോരുത്തരും ഓരോ പുസ്തകം അടിച്ചടിക്കാൻ കിടക്കുകയാണെങ്കിൽ ഞാനും 1.5 മാസം കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ പ്രസിഡന്റായി. മാർച്ചിച്ചേരെ നിങ്ങളൊരു വിവരം പറയുകയാണെങ്കിൽ ഞാൻ ഒരു ദീനിയാത്ത് അച്ചടിക്കൂല. അപ്പൊ ഒരു കാര്യം ആലോചിച്ച് നോക്കി, നിങ്ങള് ബുക്ക് അച്ചടിക്കാത്രേ. നമ്മുടെ പ്രവർത്തനം കേരളത്തിൽ ഒരു തുറന്ന പുസ്തകമായി നിലനിൽക്കുകയാണ്. നമ്മളൊരു പ്രശ്നക്കാരല്ല എന്ന് നാട്ടുകാർക്കറിയാം. പക്ഷെ അരാജകത്വത്തിന്റെ നാളുകളിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ രാജ്യത്ത് പ്രചാരവും മാർക്കറ്റും ലഭിക്കും. അതുകൊണ്ട് നമ്മളുടെ ഇടനെഞ്ചിലെ ഇടിപ്പ് തീരും വരെ ഈ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിന്റെ ഈ ഹരിത പതാക നിലത്തിട്ട് ചവിട്ടാൻ ആരെയും അനുവദിക്കില്ല എന്ന ഉറച്ചമായ പ്രതിജ്ഞയോടുകൂടി നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. ജയ് മുസ്ലിം ലീഗ്.